ഒരു രാത്രി മഞ്ഞ് മൂടിയ ഒറ്റപ്പെട്ട അതിവിശാലമായൊരു കാടിനെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. എങ്ങും വെളുത്ത മഞ്ഞ് മാത്രം. മരക്കൊമ്പുകളിൽ നിന്ന് മഞ്ഞുതുള്ളികൾ പതുക്കെ താഴേക്ക് വീഴുന്നു. മരവിപ്പിക്കുന്ന ഒരു തണുപ്പ് ആ കാടിനെ മുഴുവൻ വിഴുങ്ങിയിരിക്കുന്നു. അങ്ങോളമിങ്ങോളം നോക്കിയാലും മനുഷ്യരുടെ അടയാളങ്ങൾ എവിടെയും കാണുന്നില്ല. രാത്രിയുടെ ആഴങ്ങളിൽ കാറ്റിന്റെ ശബ്ദം മാത്രം അവിടെ മുഴങ്ങുന്നു. ചിലപ്പോൾ ആ കാറ്റ് മനുഷ്യർ കരയുന്നത് പോലെ തോന്നും. എന്നാൽ ആ കാട് എല്ലായ്പ്പോഴും അങ്ങനെ ശാന്തമായിരുന്നില്ല. കാരണം ആ മഞ്ഞുമലകൾക്കിടയിൽ നാട്ടുകാർ പതുക്കെ മാത്രം പറയുന്ന ഒരു ഭീതിതമായ കഥയുണ്ടായിരുന്നു. തണുത്തുറഞ്ഞ ഇരുട്ടിൽ എന്തോ ഒന്ന് നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലോ? വിശപ്പ് മാത്രം ബാക്കിയായ മനുഷ്യനല്ലാത്ത ഒരു സത്വം. അതിന്റെ പേര് വെൻഡിഗോ. ആ പേര് ഇന്നും ചില ഗ്രാമങ്ങളിൽ തീക്കുണ്ടത്തിന് ചുറ്റുമിരുന്ന് ആളുകൾ ഭയത്തോടെ പറയുന്നു, ഒരു മുന്നറിയിപ്പ് പോലെ. എന്നാൽ ആ കഥ എങ്ങനെ ആരംഭിച്ചു? സ്നേഹമുള്ള ഒരു മനുഷ്യൻ എങ്ങനെ മഞ്ഞിലെ ആ ഭീകരരൂപിയായി മാറി? അതറിയാൻ നമുക്ക് ആ പഴയ മഞ്ഞുകാലത്തേക്ക് തിരിച്ചു പോകണം. മരണവും കാറ്റും മാത്രം സംസാരിച്ചിരുന്ന ആ കാലത്തേക്ക്. അവിടെ നിന്നാണ് ഈ കഥ ആരംഭിക്കുന്നത്. ഒരു നിമിഷം സുഹൃത്തുക്കളെ, മലയാളം ബെഡ് ടൈം ടെയിൽസിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. രാത്രിയുടെ ഈ നിശബ്ദതയിൽ നമ്മൾ പങ്കുവെക്കുന്ന ഈ കഥകൾ നിങ്ങൾക്കിഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തുടർന്നും ഇത്തരം യാത്രകളിൽ കൂടെയുണ്ടാകാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഈ ചെറിയ പിന്തുണ ഞങ്ങൾക്കൊരുപാട് വിലപ്പെട്ടതാണ്. ഇനി കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഏറ്റവും സുഖകരമായൊരു രീതിയിലേക്ക് ഇരിക്കൂ. മുറിയിലെ വെളിച്ചം അല്പം കുറയ്ക്കാം. കണ്ണുകൾ പതുക്കെ അടച്ച് ശാന്തമായി ഒന്ന് ശ്വാസമെടുക്കാം. ചുറ്റുമുള്ള ലോകത്തെ പതുക്കെ മറന്ന് നമുക്ക് ഈ ചരിത്രയാത്ര തുടങ്ങാം. വടക്കേ അറ്റത്തെ ആ വലിയ കാട് അതത്ര പെട്ടെന്നൊന്നും ആർക്കും വഴങ്ങുന്ന ഒന്നായിരുന്നില്ല. ആകാശത്തെ തൊട്ടു നിൽക്കുന്ന കൂറ്റൻ പൈൻ മരങ്ങൾ, അവയുടെ ഇലകളിൽ എപ്പോഴും മഞ്ഞുതുള്ളികൾ ഉറച്ചുകിടക്കും. തണുപ്പ് കൂടുമ്പോൾ ആ മരങ്ങൾക്കിടയിലൂടെ വീശുന്ന കാറ്റിന് ഒരു തരം കുറുകുന്ന ശബ്ദമാണ്, വലിയൊരു ശ്വാസം പോലെ. ആ പഴയ കാലത്ത് ഈ കാടിന്റെ ഓരത്ത് വളരെ ചെറിയൊരു മനുഷ്യവാസമുണ്ടായിരുന്നു. ഏതാനും ചില തടിവീടുകൾ മാത്രം, മരങ്ങൾ വെട്ടിയുണ്ടാക്കിയ കട്ടി കൂടിയ ഭിത്തികളുള്ള വീടുകൾ. അവിടെയുള്ള ആളുകൾ പ്രകൃതിയോട് മല്ലിട്ട് ജീവിക്കുന്നവരായിരുന്നു. അവിടെ ഒരു നായാട്ടുകാരനുണ്ടായിരുന്നു. ആ ഗ്രാമത്തിലെ ഏറ്റവും കരുത്തനായ, ഏറ്റവും വിശ്വസ്തനായ ഒരു മനുഷ്യൻ. അവന്റെ പേര് പലരും ഭക്തിയോടെയാണ് കേട്ടിരുന്നത്. കാരണം കഠിനമായ കാട്ടിലും മഴയിലും കാടിന്റെ ഉള്ളറകളിൽ പോയി ഭക്ഷണം കൊണ്ടുവരാൻ അവനോളം മെയ്വഴക്കമുള്ള മറ്റാരുമില്ലായിരുന്നു. അവന് സ്നേഹമുള്ളൊരു കൂട്ടുണ്ടായിരുന്നു. അവന്റെ മകനോ അതോ സഹോദരനോ എന്ന് ആർക്കും ഉറപ്പിച്ചു പറയാനാകാത്ത വിധം അവനോട് ചേർന്നു നിൽക്കുന്ന ഒരു കൊച്ചുബാലൻ. ആ കുട്ടിക്ക് വേണ്ടി മാത്രമായിരുന്നു അവന്റെ ഓരോ യാത്രയും. സന്ധ്യയാകുമ്പോൾ അവർ വീടിനുള്ളിലെ ചെറിയ അടുപ്പിന് ചുറ്റുമിരിക്കും. ആ തടിവീടിന്റെ വിടവുകളിലൂടെ അരിച്ചുവരുന്ന തണുപ്പിനെ തടയാൻ അവർക്ക് ആ ചെറിയ തീനാളങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചെറിയ കുട്ടി അവന്റെ വലിയ കൈകളിൽ മുറുകെ പിടിക്കും. പുറത്ത് മഞ്ഞു പെയ്യുന്ന ശബ്ദം അവർ കേൾക്കും. അത് വളരെ മൃദുവായൊരു ശബ്ദമാണ്. പതുക്കെ പതുക്കെ മഞ്ഞു വീണ് ആ തടിവീടുകളുടെ മേൽക്കൂരകൾ വെളുത്ത നിറമായി മാറും. വന്യമൃഗങ്ങൾ പോലും തണുപ്പ് ഭയന്ന് ഗുഹകളിൽ ഒളിക്കുന്ന ആ സമയം ആ നായാട്ടുകാരൻ തന്റെ ചെറിയ സഹായിക്ക് കാടിന്റെ കഥകൾ പറഞ്ഞുകൊടുക്കും. അവൻ അവനോട് പറയുമായിരുന്നു, ഈ കാടിനൊരു ഹൃദയമുണ്ട്. അത് ചിലപ്പോൾ നമ്മളെ സ്നേഹിക്കും, ചിലപ്പോൾ നമ്മളെ വെറുക്കും. അതുകൊണ്ട് ഈ തണുപ്പിനെ ഒരിക്കലും വെല്ലുവിളിക്കരുത്. ആ കുട്ടി അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കും. പുറത്ത് കാറ്റ് ഒളിയിടുന്നോൾ അവൻ പേടിയോടെ ആ നായാട്ടുകാരന്റെ അരികിലേക്ക് നീങ്ങിയിരിക്കും. ആ വലിയ മനുഷ്യൻ അവനെ ചേർത്ത് പിടിച്ച് പുതപ്പ് കൊണ്ടു മൂടും. സ്നേഹത്തിന്റെ ആ ചെറിയ ചൂട് ആ തണുത്ത രാത്രിയിൽ അവർക്ക് വലിയൊരാശ്വാസമായിരുന്നു. ആ ഗ്രാമത്തിലെ ജീവിതം അങ്ങനെ ശാന്തമായി പോകുകയായിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുറ്റത്തടിഞ്ഞുകൂടിയ മഞ്ഞു മാറ്റുന്നതും മരക്കഷ്ണങ്ങൾ വെട്ടി തീക്കൂട്ടാൻ ഒരുക്കി വെക്കുന്നതും അവർക്കൊരു ശീലമായിരുന്നു. പക്ഷേ ആ വർഷത്തെ മഞ്ഞുകാലം പതിവിലും നേരത്തെയാണ് എത്തിയത്. കാറ്റിനൊരുതരം പുതിയൊരു ഭാവം വരുന്നത് ആ നായാട്ടുകാരൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാറ്റ് പതുക്കെ പാടുകയല്ല, പകരം ഒരു മൃഗത്തെപ്പോലെ മുരളുകയാണ് എന്നവന് തോന്നിത്തുടങ്ങി. എങ്കിലും തന്റെ കൂടെയുള്ള ആ കൊച്ചു ബാലന്റെ മുഖത്തെ പുഞ്ചിരി കാണുമ്പോൾ അവൻ ആ ഭയം ഉള്ളിലൊതുക്കി. മരങ്ങൾക്കപ്പുറം വലിയൊരു മഞ്ഞുമതിലാണ് ആ ഗ്രാമത്തെ ചുറ്റിപ്പറ്റി നിന്നിരുന്നത്. നദികൾ തണുത്തുറഞ്ഞ് കല്ലുപോലെയായി കഴിഞ്ഞു. പക്ഷികൾ ആകാശം വിട്ടുപോയി. ആ നായാട്ടുകാരൻ തന്റെ ആയുധങ്ങൾ ഒരിക്കൽ കൂടി മൂർച്ച കൂട്ടി ചുമരിൽ തൂക്കി. അവൻ അറിഞ്ഞിരുന്നില്ല, ഈ മഞ്ഞുകാലം
അവരുടെ ജീവിതം എന്നേക്കുമായി മാറ്റാൻ പോകുന്നുവെന്ന്. രാത്രിയിൽ ആകാശത്ത് ചന്ദ്രൻ തെളിയുമ്പോൾ മഞ്ഞിന്റെ പ്രതിഫലനം കൊണ്ട് കാട് മുഴുവൻ ഒരു നീല നിറത്തിൽ കാണപ്പെടും. ആ നീല വെളിച്ചത്തിൽ കാട് നോക്കി നിൽക്കുമ്പോൾ അതിനൊരു വല്ലാത്ത നിശബ്ദത തോന്നും. ഒന്നും മിണ്ടാത്ത, ശ്വാസം പോലും വിടാത്ത ഒരു തണുത്ത നിശബ്ദത. ആ നായാട്ടുകാരൻ രാത്രി തന്റെ ജനലിലൂടെ ദൂരേക്ക് നോക്കി നിന്നു. കിലോമീറ്ററുകളോളം പരന്നുകിടക്കുന്ന ആ വെള്ളിക്കടലിനപ്പുറത്ത് എന്തോ ഒന്ന് മറഞ്ഞിരിക്കുന്നത് പോലെ. അവന്റെ മനസ്സ് അസ്വസ്ഥമായി. എങ്കിലും അവൻ ആ കുഞ്ഞിനെ ഉറക്കാൻ കിടത്തി. അവന്റെ നെറ്റിയിൽ തലോടി. പുറത്ത് മഞ്ഞു പെയ്തുകൊണ്ടേയിരുന്നു. അന്ന് രാത്രി ആ ഗ്രാമത്തിലെ ആരും അറിഞ്ഞില്ല അവരുടെ സമാധാനം ആ ചെറിയ തീനാളങ്ങൾക്കൊപ്പം മെല്ലെ അണയാൻ പോകുന്നുവെന്ന്. കാടിന്റെ അങ്ങേയറ്റത്ത് നിശബ്ദതയ്ക്കുള്ളിൽ ഒരു പുതിയ ഭയം ജനിക്കുകയായിരുന്നു. മരവിപ്പിക്കുന്ന തണുപ്പ് ആ വീടിന്റെ വാതിലുകളിൽ വന്നു മുട്ടി. തടിപ്പലകകൾ തണുപ്പുകൊണ്ട് വിറച്ചു. ആ നായാട്ടുകാരൻ തന്റെ പുതപ്പിനുള്ളിലേക്ക് ചുരുണ്ടുകൂടി. പക്ഷെ അവന്റെ കണ്ണുകൾക്കുറക്കം വന്നില്ല. ഇരുട്ടിൽ ദൂരെ എവിടെയോ ഒരു മരക്കം പൊടിയുന്ന ശബ്ദം കേട്ടു. മഞ്ഞ് ഭാരമേറിയതാണോ അതോ ആരെങ്കിലും അതിൽ ചവിട്ടിയതാണോ? അവൻ ഒന്നുകൂടി കാതോർത്തു. പക്ഷെ വീണ്ടും പഴയ ആ കനത്ത നിശബ്ദത മാത്രം. തണുത്ത കാറ്റ് ആ തടിവീടിന്റെ ഓരങ്ങളിലൂടെ ചൂളം വിളിച്ച് കടന്നുപോയി. ആ ശബ്ദം ഒരു നിലവിളി പോലെ കാടിന്റെ ആഴങ്ങളിലേക്ക് പടർന്നു. മഞ്ഞ് വീണുകൊണ്ടേയിരുന്നു. ആ രാത്രിയിലെ ആ കനത്ത നിശബ്ദതയ്ക്ക് ശേഷം പുലർന്നത് ഒരു സാധാരണ പ്രഭാതമായിരുന്നില്ല. ആ നായാട്ടുകാരൻ തന്റെ തടിവീടിന്റെ ചെറിയ ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് ലോകം മുഴുവൻ ഒരു ചാരനിറത്തിലുള്ള പുതപ്പിനുള്ളിൽ മറഞ്ഞിരിക്കുന്നതാണ്. ആകാശം അതിന്റെ തെളിച്ചം പൂർണ്ണമായും കൈവിട്ടിരുന്നു. മേഘങ്ങൾ കറുത്തിട്ടല്ല, മറിച്ച് ഒരുതരം വിളറിയ പുകയുടെ നിറത്തിലായിരുന്നു ആകാശമാകെ പടർന്നു കിടന്നിരുന്നത്. സൂര്യൻ ആ ആകാശത്ത് ഒരു മങ്ങിയ വെളുത്ത പൊട്ടുപോലെ മാത്രം കാണപ്പെട്ടു. അതിന്റെ ചൂട് ഭൂമിയിലേക്കെത്താൻ ആ ചാരനിറത്തിലുള്ള മേഘക്കൂട്ടങ്ങൾ സമ്മതിച്ചില്ല. തണുപ്പ് അതിന്റെ എല്ലാ അതിരുകളും ലംഘിച്ച് ആ ഗ്രാമത്തിലേക്ക് അരിച്ചു കയറാൻ തുടങ്ങുകയായിരുന്നു. ആദ്യത്തെ ഏതാനും ദിവസങ്ങൾ അവർ കരുതിയത് ഇത് സാധാരണമായ ഒരു മഞ്ഞുവീഴ്ച മാത്രമാണെന്നാണ്. എന്നാൽ ദിവസങ്ങൾ ആഴ്ചകളായി മാറി. ആകാശം തെളിഞ്ഞതേയില്ല. 20-30 ദിവസങ്ങൾ കടന്നുപോയിട്ടും ആ ചാരനിറപ്പിലുള്ള മൂടൽമഞ്ഞ് അവിടെ തന്നെ തങ്ങി നിന്നു. മഞ്ഞ് വീഴുന്നത് ഒരു നിമിഷം പോലും നിന്നില്ല. അത് പതുക്കെ പതുക്കെ അതിശക്തമായി വീണുകൊണ്ടേയിരുന്നു. വീടുകളുടെ വാതിലുകൾക്ക് മുന്നിൽ മഞ്ഞ് മല പോലെ കുന്നുകൂടി. പുറത്തിറങ്ങണമെങ്കിൽ ഓരോ തവണയും മഞ്ഞ് വെട്ടിമാറ്റേണ്ട അവസ്ഥയായി. പതുക്കെ പതുക്കെ ആ തടി വീടുകൾ മഞ്ഞിനുള്ളിൽ കുടുങ്ങിപ്പോയി. ജനലുകൾക്ക് പുറത്ത് വെള്ള നിറത്തിലുള്ള ഒരു ഭിത്തി മാത്രം അവശേഷിച്ചു. വെളിച്ചം പോലും ആ വീടുകൾക്കുള്ളിലേക്ക് വരാൻ മടിച്ചു നിന്നു. ഗ്രാമത്തിലെ ഓരോ വീട്ടിലും ഭയം ഒരു പുക പോലെ പടർന്നു. ആ നായാട്ടുകാരൻ തന്റെ വീടിനുള്ളിലെ തടിപ്പെട്ടികൾ തുറന്നു നോക്കി. അതിൽ സൂക്ഷിച്ചു വച്ചിരുന്ന ഉണക്ക ഇറച്ചിയും ധാന്യങ്ങളും പകുതിയിലധികം തീർന്നിരിക്കുന്നു. അവൻ ആ കൊച്ചു ബാലന്റെ മുഖത്തേക്ക് നോക്കി. ആ കുട്ടിയുടെ കണ്ണുകളിൽ പഴയ ആ തിളക്കമില്ലായിരുന്നു. തണുപ്പ് അവന്റെ കവിളുകളെ വിളറിച്ചിരുന്നു. അവൻ ആ തണുത്ത കൈകൾ കൊണ്ട് തന്റെ പുതപ്പ് മുറുകെ പിടിച്ചു. തീക്കുണ്ടത്തിലെ കനലുകൾ ഓരോന്നായി അണയുന്നതുപോലെ അവരുടെ ഉള്ളിലെ പ്രതീക്ഷകളും മങ്ങാൻ തുടങ്ങുകയായിരുന്നു. ഗ്രാമത്തിലെ മറ്റു വീടുകളിലും അവസ്ഥ ഇതുതന്നെയായിരുന്നു. അയൽവാസികൾ തമ്മിൽ സംസാരിക്കുന്നത് പോലും നിർത്തി. എല്ലാവരും സ്വന്തം വീടുകൾക്കുള്ളിൽ തണുത്തു വിറച്ച് ബാക്കിയുള്ള ആഹാരം എങ്ങനെ നീട്ടിക്കൊണ്ടു പോകാമെന്ന് ആകുലപ്പെട്ടു. പുറത്ത് കാറ്റ് വീശുന്നത് നിൽക്കാതെ തുടർന്നു. ആ കാറ്റിന് ഒരുതരം വിശപ്പിന്റെ ശബ്ദമായിരുന്നു. അത് വീടിന്റെ ഭിത്തികളിൽ വന്നിടിക്കുമ്പോൾ മരപ്പലകകൾ വേദന കൊണ്ട് ഞരങ്ങുന്നതുപോലെ തോന്നും. ആഹാരത്തിന്റെ അളവ് കുറഞ്ഞതോടെ ആളുകളുടെ ശരീരവും മനസ്സും തളരാൻ തുടങ്ങി. വിശപ്പ് എന്നത് വയറ്റിലെ ഒരു വേദന മാത്രമല്ല, അത് തലച്ചോറിനെ കാർന്നു തിന്നുന്ന ഒരു ചിന്തയായി മാറി. ഒരു ദിവസം പുലർച്ചെ ആ നായാട്ടുകാരൻ വലിയ പ്രയത്നപ്പെട്ട് വീടിന്റെ വാതിൽ തള്ളി തുറന്നു. അവൻ കാടിന്റെ ഉള്ളിലേക്കൊന്ന് നോക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ അവൻ കണ്ട കാഴ്ച അവനെ തളർത്തിക്കളഞ്ഞു. എന്നും ജീവൻ തുടിച്ചിരുന്ന ആ കാട് ഇപ്പോൾ ഒരു ശ്മശാനം പോലെ നിശബ്ദമാണ്. മരങ്ങൾക്കിടയിൽ ഒരു പക്ഷിയുടെ പോലും ശബ്ദമില്ല. സാധാരണയായി മഞ്ഞിലൂടെ ഓടിപ്പോകുന്ന മുയലുകളോ ദൂരെ മാറി നിൽക്കുന്ന മാനുകളോ ഒന്നും അവിടെ ഇല്ലായിരുന്നു. കാട്ടിലെ മൃഗങ്ങളെല്ലാം എവിടെയോ മറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ഈ അതിശക്തമായ തണുപ്പിൽ അവയെല്ലാം മരവിച്ചു മരിച്ചിട്ടുണ്ടാകാം. ആകാശം ഇപ്പോഴും ആ ഭീകരമായ ചാരനിറത്തിൽ തന്നെ തുടർന്നു. കാട്ടിൽ മഞ്ഞിന്റെ തരികൾ സൂചികൾ പോലെ അവന്റെ മുഖത്ത് വന്ന് തറച്ചു.
ഭക്ഷണം കണ്ടെത്താൻ ഒരു വഴിയുമില്ലെന്ന സത്യം അവനെ ഭയപ്പെടുത്തി. വില്ലും അമ്പും ചുമരിൽ വെറുതെ തൂങ്ങിക്കിടന്നു. അവൻ ആ വലിയ കാടിനെ നോക്കി നിൽക്കുമ്പോൾ അവിടെ ഒരു ചലനവും കണ്ടില്ല. മരങ്ങൾ പോലും മഞ്ഞുഭാരം കൊണ്ട് കുനിഞ്ഞു നിൽക്കുകയാണ്. ലോകം മുഴുവൻ മരവിച്ചു പോയിരിക്കുന്നു. ശബ്ദങ്ങൾ പോലും ആ മഞ്ഞിൽ തട്ടി ഇല്ലാതാവുകയാണ്. അവൻ വീടിനുള്ളിലേക്ക് തിരികെ കയറി വാതിലടച്ചു. അകത്ത് ആ ചെറിയ കുട്ടി വിശപ്പുകൊണ്ട് തളർന്നു കിടക്കുകയായിരുന്നു. അവൻ ആ കുട്ടിയുടെ അരികിലിരുന്ന് അവൻ്റെ തണുത്ത നെറ്റിയിൽ കൈവച്ചു. പട്ടിണി ആ ഗ്രാമത്തെ സാവധാനം വിഴുങ്ങാൻ തുടങ്ങി. ഓരോ രാത്രിയും നീണ്ടുപോയി. ഉറക്കത്തിൽ പോലും അവർക്ക് ആ വിശപ്പിൻ്റെ വിളികൾ കേൾക്കാമായിരുന്നു. ആ നായാട്ടുകാരൻ തൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു, ഇങ്ങനെ ഇരുന്നാൽ താൻ സ്നേഹിക്കുന്ന ഈ കുട്ടി ഇല്ലാതായി പോകും. എങ്ങനെയെങ്കിലും ഈ മഞ്ഞിനെ തോൽപ്പിച്ചേ പറ്റൂ. പക്ഷേ പുറത്ത് കാത്തിരിക്കുന്നത് വെറുമൊരു മഞ്ഞുകാലം മാത്രമല്ല, മറിച്ച് മരണത്തിൻ്റെ ഒരു നിശബ്ദമായ വിളിയാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. കാറ്റു വീണ്ടും ശക്തിയായി വീശാൻ തുടങ്ങി. വീടിന് മുകളിലെ മഞ്ഞുപാളികൾ പതുക്കെ ഇടിയുന്ന ശബ്ദം കേട്ടു. ആ വലിയ നായാട്ടുകാരൻ ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു. അവൻ്റെ മനസ്സിൽ ഒരു കറുത്ത ചിന്ത പതുക്കെ വളരുകയായിരുന്നു. പുറത്തെ കാടിൻ്റെ നിശബ്ദത അവനെ ഭയപ്പെടുത്തുന്നതിനേക്കാൾ ഉപരി എന്തോ ഒന്ന് അവനെ അങ്ങോട്ടേക്ക് വിളിക്കുന്നതുപോലെ തോന്നി. ആ പഴയ തടിവീടിൻ്റെ ചുവരുകളിൽ മഞ്ഞു മുട്ടി വിളിക്കുന്നത് ഒരു മരണപ്പാട്ട് പോലെയായിരുന്നു. അകത്ത് ആ ചെറിയ തീകുണ്ടത്തിൽ അവസാനത്തെ വിറകുപുരയും കത്തിയെരിയുകയാണ്. പുകയുടെ മണം മുറിയിലാകെ പടർന്നിരിക്കുന്നു. ആ നായാട്ടുകാരൻ തൻ്റെ അരികിലിരിക്കുന്ന കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി. വിശപ്പ് ആ കുട്ടിയുടെ കവിളുകളെ ഒട്ടിച്ചിരിക്കുന്നു. അവൻ്റെ കണ്ണുകൾ പാതി അടഞ്ഞു കിടക്കുകയാണ്. ഒരു തുള്ളി വെള്ളമോ ഒരു കഷ്ണം ഇറച്ചിയോ ഇല്ലാതെ എത്ര കാലം ഇനിയും മുന്നോട്ടു പോകും? ആ ചോദ്യം അവനെ വല്ലാതെ അലട്ടാൻ തുടങ്ങി. തൻ്റെ കൈകൾ വിറയ്ക്കുന്നത് തണുപ്പുകൊണ്ടല്ല, മറിച്ച് തൻ്റെ കൂടെയുള്ളവനെ സംരക്ഷിക്കാൻ കഴിയാത്തതിൻ്റെ വേദന കൊണ്ടാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ പതുക്കെ എഴുന്നേറ്റു. ചുവരിൽ തൂങ്ങിക്കിടക്കുന്ന ആ പഴയ നായാട്ടുകുന്തവും വില്ലുമെടുത്തു. തുകൽ കൊണ്ട് പൊതിഞ്ഞ തൻ്റെ ചെരുപ്പുകൾ മുറുക്കിക്കെട്ടി. അവൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഈ കാടിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ജീവൻ ബാക്കിയുണ്ടാകും. ആ ജീവൻ കണ്ടെത്തി തിരികെ വരണം, അല്ലെങ്കിൽ ഈ തണുപ്പിൽ എല്ലാവരും ശ്വാസം മുട്ടി മരിക്കും. ഗ്രാമത്തിലെ ബാക്കിയുള്ളവർ വാതിലുകൾ പാതി തുറന്ന് അവനെ നോക്കി നിന്നു. ആരുടെയും മുഖത്ത് പ്രതീക്ഷയുടെ വെളിച്ചമുണ്ടായിരുന്നില്ല. എല്ലാവരും നിശബ്ദരായ പ്രേതങ്ങളെപ്പോലെ തോന്നി. ഞാൻ പോകുന്നു, അവൻ പതുക്കെ പറഞ്ഞു. അവൻ്റെ ശബ്ദം ആ തണുത്ത വായുവിൽ ഒരു നേർത്ത പുക പോലെ ഉയർന്നു. തൻ്റെ കൂടെയുള്ള ആ ചെറിയ ബാലൻ പതുക്കെ എഴുന്നേറ്റു. അവൻ്റെ കാലുകൾ ഇടറുന്നുണ്ടായിരുന്നുവെങ്കിലും തൻ്റെ പ്രിയപ്പെട്ടവനെ തനിച്ചുവിടാൻ അവൻ തയ്യാറായിരുന്നില്ല. ഞാനും വരുന്നു, ആ കുട്ടി പതുക്കെ മുഴിഞ്ഞു. ആ നായാട്ടുകാരൻ ആദ്യം അവനെ തടയാൻ ശ്രമിച്ചു. പക്ഷേ ആ കുട്ടിയുടെ കണ്ണുകളിലെ ദൃഢനിശ്ചയം അവനെ സമ്മതിപ്പിച്ചു. ഒരുപക്ഷേ ഈ തടിവീടിനുള്ളിൽ പട്ടിണി കടന്ന് മരിക്കുന്നതിനേക്കാൾ നല്ലത് ആ കാടിൻ്റെ മടിത്തട്ടിൽ വീഴുന്നതാകാം എന്നവൻ കരുതിയിരിക്കണം. അവർ രണ്ടുപേരും ആ ഗ്രാമത്തിൻ്റെ അതിർത്തി കടന്നു. പിന്നിൽ തങ്ങളുടെ വീടുകൾ മഞ്ഞിൻ്റെ വലിയ മലകൾക്കിടയിൽ അപ്രത്യക്ഷമാകുന്നത് അവർ നോക്കി നിന്നു. ഇനി തിരികെ വരുമോ എന്ന് ആർക്കും അറിയില്ലായിരുന്നു. അവർക്ക് മുന്നിൽ വിരിഞ്ഞുകിടന്നത് അതിഭീകരമായ ഒരു വെളുത്ത കടലായിരുന്നു. എങ്ങും മഞ്ഞു മാത്രം. ആകാശവും ഭൂമിയും തമ്മിലുള്ള അതിരുകൾ മാഞ്ഞുപോയിരിക്കുന്നു. കാറ്റിൻ്റെ വേഗത കൂടി വന്നു. ഓരോ തവണ ശ്വസിക്കുമ്പോഴും മൂക്കിനുള്ളിൽ മഞ്ഞിൻ്റെ തരികൾ തറയ്ക്കുന്നതുപോലെ അവർക്ക് തോന്നി. അവർ കാടിൻ്റെ ആഴങ്ങളിലേക്ക് നടന്നു നീങ്ങി. ഓരോ ചുവടും വയ്ക്കുന്നത് വലിയൊരു യുദ്ധം ജയിക്കുന്നതുപോലെയായിരുന്നു. അരയ്ക്കൊപ്പം ഉയരത്തിൽ മഞ്ഞു മൂടിക്കിടക്കുന്നു. ഓരോ തവണയും കാൽ മഞ്ഞിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ ശരീരത്തിലെ അവസാനത്തെ ഊർജവും ചോർന്നു പോകുന്നതുപോലെ അവർക്ക് തോന്നി. മരങ്ങൾക്കിടയിലൂടെയുള്ള ആ യാത്ര നിശബ്ദമായിരുന്നു. പക്ഷേ ആ നിശബ്ദതയ്ക്ക് ഭയപ്പെടുത്തുന്ന ഒരു താളമുണ്ടായിരുന്നു. മരക്കൊമ്പുകൾ മഞ്ഞുഭാരം താങ്ങാനാവാതെ ഒടിയുന്ന ശബ്ദം ഇടയ്ക്കിടെ കേൾക്കാം. അതൊരു വെടിയൊച്ച പോലെ ആ വനത്തിൽ മുഴങ്ങിക്കേട്ടു. ആ നായാട്ടുകാരൻ ചുറ്റും നോക്കി. ഒരു മൃഗത്തിൻ്റെ പോലും കാൽപ്പാടുകൾ അവിടെയില്ല. എല്ലാ ജീവികളും മഞ്ഞിനടിയിൽ എവിടെയോ ഉറങ്ങുകയാണ്, അല്ലെങ്കിൽ എന്നേക്കുമായി ഉറങ്ങിപ്പോയിരിക്കുന്നു. വിശപ്പവൻ്റെ വയറ്റിൽ ഒരു തീ പോലെ കത്തുകയായിരുന്നു. എങ്കിലും അവൻ തൻ്റെ കൂടെയുള്ള കുട്ടിയുടെ കൈ മുറുകെ പിടിച്ചു. പേടിക്കണ്ട, നമുക്കെന്തെങ്കിലും കിട്ടും. അവൻ വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ആ വാക്കുകൾക്ക് എത്രത്തോളം ബലമുണ്ടെന്ന് അവന് തന്നെ അറിയില്ലായിരുന്നു. മഴവില്ലുകൾ പോലെയല്ല ആ മഞ്ഞുകാലം. അതിനൊരേ ഒരു നിറമേ ഉണ്ടായിരുന്നുള്ളൂ, വിളറിയ വെളുത്ത നിറം. മരങ്ങളുടെ ഇലകൾ പോലും വെളുത്തിരിക്കുന്നു.
വഴി തെറ്റാതിരിക്കാൻ അവൻ മരങ്ങളിൽ തൻ്റെ കുന്തം കൊണ്ട് അടയാളങ്ങളിട്ടു. പക്ഷേ മിനിറ്റുകൾക്കുള്ളിൽ വീണ്ടും പെയ്യുന്ന മഞ്ഞ് ആ അടയാളങ്ങളെ മാച്ചുകഴിഞ്ഞു. കാടവരെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയായിരുന്നു. തിരികെ പോകാനുള്ള വഴികൾ ഓരോന്നായി അടഞ്ഞുപോകുന്നത് അവർ അറിഞ്ഞില്ല. പെട്ടെന്നാണ് ആ മൂടൽമഞ്ഞ് വന്നത്. അത് വെറുമൊരു മഞ്ഞായിരുന്നില്ല, ഒരു വെളുത്ത മതിൽ പോലെ അവരെ പൊതിഞ്ഞു. ഏതാനും അടി ദൂരെയുള്ള കാഴ്ചകൾ പോലും അപ്രത്യക്ഷമായി. ആ നായാട്ടുകാരൻ തൻ്റെ കുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കണ്ണ് ചിമ്മരുത്, എൻ്റെ കൈ വിടരുത്, അവൻ നിർദ്ദേശിച്ചു. കാറ്റിൻ്റെ ശബ്ദം ഇപ്പോൾ ഒരു കരച്ചിൽ പോലെ തോന്നി. കാറ്റിനിടയിലൂടെ ആരോ അവരെ വിളിക്കുന്നത് പോലെ. അവർ മണിക്കൂറുകളോളം നടന്നു. വിശപ്പും തണുപ്പും ചേർന്ന് അവരുടെ കാഴ്ചകളെ മങ്ങിച്ചു തുടങ്ങി. കണ്ണുകൾക്ക് മുന്നിൽ മങ്ങിയ നിഴലുകൾ നൃത്തം ചെയ്യുന്നതുപോലെ അവർക്ക് തോന്നി. എവിടെയോ ഒരു മാൻ ഓടിപ്പോയതാണോ, അതോ ഒരു മരക്കൊമ്പ് കാറ്റിലാടിയതാണോ? ആ നായാട്ടുകാരൻ തൻ്റെ കുന്തം ഉയർത്തിപ്പിടിച്ചു. പക്ഷേ അവിടെ ആരുമുണ്ടായിരുന്നില്ല, വെറും ശൂന്യത മാത്രം. മരവിപ്പിക്കുന്ന ആ ശൂന്യത അവരുടെ ഉള്ളിലെ ധൈര്യത്തെ പതുക്കെ ചോർത്തിക്കളയാൻ തുടങ്ങി. തണുപ്പ് ശരീരത്തിൻ്റെ ചർമ്മം തുളച്ച് ഉള്ളിലെ എല്ലുകളിലേക്ക് പടർന്നു. കൈവിരലുകൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ടു തുടങ്ങി. എന്നിട്ടും അവർ നടന്നു. ദൂരെ എവിടെയെങ്കിലും ഒരു തീനാളം തെളിയുമെന്നവർ സ്വപ്നം കണ്ടു. പക്ഷേ കാടവർക്ക് നൽകിയത് അതിശക്തമായ കാറ്റും നിലയ്ക്കാത്ത മഞ്ഞുവീഴ്ചയും മാത്രമായിരുന്നു. ആ കുട്ടിയുടെ ശ്വാസോച്ഛ്വാസം പതുക്കെയാകുന്നത് ആ നായാട്ടുകാരൻ അറിഞ്ഞു. അവനെ തോളിലേക്ക് എടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൻ്റെ സ്വന്തം കാലുകൾക്ക് അപ്പോൾ ബലമില്ലായിരുന്നു. സന്ധ്യയാകാൻ തുടങ്ങിയതോടെ കാടിൻ്റെ ഭാവം മാറി. ആ വെളുത്ത ലോകം പതുക്കെ നീല നിറത്തിലേക്ക് മാറി. ആകാശത്ത് ഒറ്റ നക്ഷത്രം പോലും കണ്ടില്ല. മഞ്ഞിപ്പോൾ വലിയ പാളികളായി വീഴുകയാണ്. ഓരോ കാറ്റിലും മരങ്ങൾ ഒന്നു ചേർന്ന് കരയുന്നത് പോലെ തോന്നി. തങ്ങൾ പൂർണ്ണമായും വഴിതെറ്റിയിരിക്കുന്നു എന്ന് നായാട്ടുകാരൻ മനസ്സിലാക്കി. അവർ എവിടെയാണ് നിൽക്കുന്നതെന്നോ ഗ്രാമം ഏതു വശത്താണെന്നോ അവന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവൻ ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകൾ പകുതി അടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ചുണ്ടുകൾ നീല നിറമായി മാറിയിരിക്കുന്നു. നമുക്കൊരിടത്ത് വിശ്രമിക്കണം, അവൻ പതുക്കെ പറഞ്ഞു. പക്ഷേ എവിടെ? എങ്ങും ഉറച്ചുപോയ മഞ്ഞ് മാത്രം. അവരുടെ ചുറ്റുമുള്ള മരങ്ങളിപ്പോൾ വലിയ കാവൽക്കാരെ പോലെ തോന്നി. അവരെ ആ മഞ്ഞിൽ തളച്ചിടാൻ തയ്യാറായി നിൽക്കുന്ന കാവൽക്കാർ. ദൂരെ മരങ്ങൾക്കിടയിൽ ഒരു ഗുഹയുടെയോ അല്ലെങ്കിൽ ഒരു ചെറിയ തടിപ്പുരയുടെയോ മങ്ങിയ രൂപം അവൻ കണ്ടു. അത് പക്ഷേ പഴയ ഏതെങ്കിലും വേട്ടക്കാർ ഉപേക്ഷിച്ചു പോയതൊന്നാകാം. അത് കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിലൊരു ചെറിയ പ്രതീക്ഷ നാം വിട്ടു. എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ ഈ കാറ്റിൽ നിന്ന് രക്ഷപ്പെടാം. അവൻ തൻ്റെ ബാക്കിയുള്ള സർവ്വശക്തിയും സംഭരിച്ച് ആ കുട്ടിയുമായി മുന്നോട്ട് നീങ്ങി. കാറ്റിപ്പോൾ അവർക്ക് നേരെ ആക്രോശിക്കുകയായിരുന്നു. മഞ്ഞ് അവരുടെ മുഖത്ത് മുറിവുകളുണ്ടാക്കി. എങ്കിലും ആ നായാട്ടുകാരൻ പിന്മാറിയില്ല. അവൻ്റെ മനസ്സ് നിറയെ ആ കുട്ടിയുടെ ജീവൻ മാത്രമായിരുന്നു. അവൻ അറിഞ്ഞില്ല താൻ ഈ നടന്നു നീങ്ങുന്നത് വെറുമൊരു അഭയസ്ഥാനത്തേക്കല്ല, മറിച്ച് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭീകരമായ ഒരു പരീക്ഷണത്തിലേക്കാണെന്ന്. ചുറ്റും വീണ്ടും ആ കനത്ത നിശബ്ദത പടർന്നു. വെളുത്ത മഞ്ഞിൻ്റെ പുകയല്ലാതെ മറ്റൊന്നും അവിടെ കണ്ടില്ല. കാറ്റിൻ്റെ ഓരോ ചുഴിയും അവരെ കൂടുതൽ തണുപ്പിലേക്ക് തള്ളിവിട്ടു. ആ വെളുത്ത പുകമറയ്ക്കപ്പുറം മങ്ങിയ ഒരു നിഴൽ പോലെ തെളിഞ്ഞുകൊണ്ട് ആ പഴയ തടിപ്പുര ലക്ഷ്യമാക്കി അവർ വേച്ചു നടന്നു. കാറ്റതിൻ്റെ സർവ്വശക്തിയും സംഭരിച്ച് അവർക്ക് നേരെ മഞ്ഞുകട്ടകൾ എറിഞ്ഞുകൊണ്ടിരുന്നു. ഓരോ അടി മുന്നോട്ട് വയ്ക്കുമ്പോഴും മരണം അവരുടെ കാലുകളിൽ പിടിച്ചു വലിക്കുന്നത് പോലെ ആ നായാട്ടുകാരന് തോന്നി. ഒടുവിൽ തകർന്നു വീഴാറായ ആ തടിപ്പുരയുടെ വാതിൽക്കൽ അവർ എത്തിച്ചേർന്നു. കൈകൾ മരവിച്ചു പോയതിനാൽ വാതിൽ തള്ളിത്തുറക്കാൻ പോലും അവനേറെ പ്രയത്നിക്കേണ്ടി വന്നു. അകത്തേക്ക് കയറിയതും അവർ കണ്ടത് കാലങ്ങളായി ആരും താമസിക്കാത്ത ജീർണിച്ച ഒരു കൊച്ചു മുറിയാണ്. ഭിത്തികളിലെ വിടവുകളിലൂടെ മഞ്ഞ് ഉള്ളിലേക്ക് അരിച്ചു കയറുന്നുണ്ടായിരുന്നു. എങ്കിലും പുറത്തെ ആ കൊലയാളി കാറ്റിൽ നിന്ന് അതൊരു വലിയ ആശ്വാസമായിരുന്നു. ആ നായാട്ടുകാരൻ തൻ്റെ തോളിലുണ്ടായിരുന്ന കുട്ടിയെ പതുക്കെ തറയിൽ കിടത്തി. ആ കുട്ടിയുടെ ശരീരം ഒരു മഞ്ഞുകട്ട പോലെ തണുത്തിരുന്നു. അവൻ്റെ ശ്വാസം ഓരോന്നായി നിലച്ചുപോകുമോ എന്ന് അവൻ ഭയന്നു. പുറത്ത് കാറ്റിപ്പോൾ അലറുകയാണ്. പ്രകൃതി അതിൻ്റെ സംഹാര താണ്ഡവം തുടങ്ങിക്കഴിഞ്ഞു. മഞ്ഞു വീണ് ആ തടിപ്പുരയുടെ വാതിലും ജനലുകളും പൂർണ്ണമായും അടഞ്ഞുപോയി. അവർ ആ ചെറിയ മുറിക്കുള്ളിൽ ജീവനോടെ അടക്കം ചെയ്യപ്പെട്ടതുപോലെയായി. ലോകവുമായി അവർക്കുണ്ടായിരുന്ന അവസാനത്തെ ബന്ധവും ആ മഞ്ഞുവീഴ്ചയിൽ ഇല്ലാതായി. ആ നായാട്ടുകാരൻ ആ മുറിയാകെ പരതി. ഭാഗ്യത്തിന് ഒരു മൂലയിൽ കുറച്ചുണങ്ങിയ മരക്കഷ്ണങ്ങളും ചപ്പിലകളും കിടപ്പുണ്ടായിരുന്നു. തൻ്റെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അവൻ തീകല്ലുകൾ തമ്മിൽ ഉരസി.
ഓരോ സ്ഫുലിംഗവും ആ തണുത്ത ഇരുട്ടിൽ ഒരു പ്രത്യാശയുടെ വെളിച്ചമായി അവന് തോന്നി. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഒരു ചെറിയ തീനാളം അവിടെ വിരിഞ്ഞു. പക്ഷെ ആ തീക്ക് വലിയ ആയുസ്സില്ലായിരുന്നു. വിറകുകൾ വളരെ കുറവായിരുന്നു. ആ ചെറിയ വെളിച്ചത്തിൽ അവൻ ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ ചുണ്ടുകൾ വിറയ്ക്കുന്നത് പതുക്കെ നിന്നു. പക്ഷെ അത് ആശ്വാസം കൊണ്ടല്ല, മറിച്ച് അവൻ്റെ ശരീരം പൂർണ്ണമായും തളർന്നതുകൊണ്ടായിരുന്നു. ആ നായാട്ടുകാരൻ തൻ്റെ പുതപ്പ് കൂടി ആ കുട്ടിയുടെ മേൽ പുതപ്പിച്ചു. അവൻ തൻ്റെ കൈകൾ കൂട്ടിത്തിരുമി കുട്ടിയുടെ പാദങ്ങളിൽ ചൂട് നൽകാൻ ശ്രമിച്ചു. പേടിക്കണ്ട, നമ്മൾ വീട്ടിലെത്തും, അവൻ വീണ്ടും വീണ്ടും പതുക്കെ മന്ത്രിച്ചു. പക്ഷെ പുറത്തെ കാറ്റിൻ്റെ ഇരമ്പൽ ആ വാക്കുകളെ പരിഹാസത്തോടെ തട്ടിത്തെറിപ്പിച്ചു. ആദ്യത്തെ പകൽ കടന്നുപോയി. രണ്ടാമത്തെ പകൽ വന്നതും പോയതും അവർ അറിഞ്ഞില്ല. കാരണം പുറത്ത് ആകാശം ഇപ്പോഴും ഇരുണ്ട ചാര നിറത്തിലായിരുന്നു. തടിപ്പുരയ്ക്ക് ചുറ്റും മഞ്ഞൊരു വലിയ മല പോലെ ഉയർന്നു കഴിഞ്ഞു. അവരിപ്പോൾ മഞ്ഞിനടിയിലെ ഒരു ഗുഹയിലാണെന്ന് തോന്നുന്നു. മൂന്നാമത്തെ ദിവസം എത്തിയപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ ഭക്ഷണത്തരിയും തീർന്നു. വിശപ്പ് എന്നതൊരു വികാരമല്ലാതായി മാറി. അതൊരു കഠിനമായ വേദനയായി അവരുടെ വയറിൽ പടർന്നു. ആ നായാട്ടുകാരൻ പുറത്തെ മഞ്ഞുരുക്കി വെള്ളമാക്കി ആ കുട്ടിയുടെ ചുണ്ടുകളിൽ തൊട്ടുകൊടുത്തു. പക്ഷേ വെള്ളം വിശപ്പിനെ ശമിപ്പിച്ചില്ല, മറിച്ച് അവരുടെ ഉള്ളിലെ ആ കാളിച്ച കൂട്ടി. നാലാമത്തെ രാത്രിയിൽ തീ പാടെ അണഞ്ഞുപോയി. അവസാനത്തെ വിറകുപുരയും ചാരമായി മാറി. മുറിക്കുള്ളിൽ വീണ്ടും ഇരുട്ടും കൊടും തണുപ്പും നിറഞ്ഞു. ഓരോ ശ്വാസവും പുറത്തേക്ക് വരുമ്പോൾ അത് മഞ്ഞുകണങ്ങളായി മാറുന്നത് അവർക്ക് കാണാമായിരുന്നു. വിശപ്പ് അവരുടെ ഉള്ളിലെ മാംസത്തെ കാർന്നു തിന്നാൻ തുടങ്ങി. തലച്ചോറിൽ വിചിത്രമായ ചിന്തകൾ ഉടലെടുത്തു. ആ തണുത്ത ഇരുട്ടിൽ തങ്ങൾ തനിച്ചല്ലെന്ന് ആ നായാട്ടുകാരന് തോന്നാൻ തുടങ്ങി. എവിടെയോ ഏതോ ഒരു മൂലയിലിരുന്ന് വിശപ്പ് അവരെ നോക്കി ചിരിക്കുന്നത് പോലെ. അഞ്ചാമത്തെ ദിവസമായപ്പോഴേക്കും ദിവസങ്ങളുടെ എണ്ണം അവർക്ക് മറന്നുപോയി. ആ നായാട്ടുകാരൻ തൻ്റെ കുട്ടിയുടെ നെഞ്ചിൽ തലവെച്ച് നോക്കി. അവൻ്റെ ഹൃദയമിടിപ്പ് വളരെ പതുക്കെയായിരുന്നു. ഒരു ഇല വീഴുന്ന ശബ്ദം പോലെ ദുർബലമായ ഇടിപ്പ്. ആ നായാട്ടുകാരൻ്റെ മനസ്സ് തളരാൻ തുടങ്ങി. താൻ എന്തിനാണ് ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? താൻ എന്തിനാണ് ഈ കാടിനെ വിശ്വസിച്ചത്? കുറ്റബോധം വിശപ്പിനേക്കാൾ വലിയൊരു നോവായി അവൻ്റെ ഉള്ളിൽ പടർന്നു. തണുപ്പ് സഹിക്കാനാവാതെ അവൻ ആ കുട്ടിയെ മുറുകെ കെട്ടിപ്പിടിച്ചു. അവരുടെ ശരീരങ്ങൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചു. എങ്കിലും ഒരാൾക്കും മറ്റൊരാൾക്ക് ചൂട് നൽകാൻ കഴിയുന്നില്ലായിരുന്നു. അവരുടെ രക്തം പോലും ഉറഞ്ഞുപോയതുപോലെ തോന്നി. മഞ്ഞു വീണ്ടും വീണ്ടും പെയ്യുകയാണ്. ആ തടിപ്പുരയുടെ മേൽക്കൂര മഞ്ഞുഭാരം കൊണ്ട് താഴേക്ക് കുനിയുന്നത് അവർ കണ്ടു. ഏതു നിമിഷം അത് തകർന്നു വീഴാം. പക്ഷേ അവർക്കതൊരു പേടിയായി തോന്നിയില്ല. മരണമൊരു വിമോചനമായി അവർക്ക് മുന്നിൽ നിൽക്കുകയായിരുന്നു. ആ നായാട്ടുകാരൻ കണ്ണുകൾ അടച്ചു. ഇരുട്ടിൽ അവൻ വിചിത്രമായ സ്വപ്നങ്ങൾ കണ്ടു. ഗ്രാമത്തിലെ പഴയ സദ്യകൾ, ചുട്ട ഇറച്ചിയുടെ മണം, തിളങ്ങുന്ന സൂര്യപ്രകാശം. ഏറെ തവണ കണ്ണു തുറക്കുമ്പോഴും മുന്നിൽ കണ്ടത് വിളറിയ വെളുത്ത മഞ്ഞും മരണാതുരമായ ആ കൊച്ചുകുട്ടിയുടെ മുഖവുമാണ്. വിശപ്പിപ്പോൾ ഒരു ഭ്രാന്തായി മാറിക്കഴിഞ്ഞു. തൻ്റെ സ്വന്തം വിരലുകൾ പോലും ഇറച്ചി കഷ്ണങ്ങളായി അവന് തോന്നാൻ തുടങ്ങി. അവൻ തൻ്റെ പല്ലുകൾ അമർത്തിക്കടിച്ചു. പുറത്ത് കാറ്റിൻ്റെ ശബ്ദം ഇപ്പോൾ ഒരു സംഗീതം പോലെ അവൻ അനുഭവപ്പെട്ടു. കാറ്റ് ആരോടോ സംസാരിക്കുന്നത് പോലെ. ആരോ ചിരിക്കുന്ന ശബ്ദം, ആരോ കരയുന്ന ശബ്ദം. അവൻ തൻ്റെ കാതുകൾ പൊത്തിപ്പിടിച്ചു. എങ്കിലും ആ ശബ്ദങ്ങൾ ഭിത്തികൾ തുളച്ച് അവൻ്റെ തലയ്ക്കുള്ളിലേക്ക് കയറി. ആ തടിപ്പുരയ്ക്കുള്ളിൽ ഇപ്പോൾ ഭയാനകമായ ഒരു നിശബ്ദതയാണ്. അവർ ശ്വസിക്കുന്നത് പോലും വളരെ പതുക്കെയാണ്. ഓരോ ശ്വാസവും അവസാനത്തേതാകാമെന്ന ബോധ്യം അവരെ ഭയപ്പെടുത്തി. ആ നായാട്ടുകാരൻ ആ കുട്ടിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ആ കൈ വിറയ്ക്കുന്നില്ല. അത് മരത്തടി പോലെ ഉറച്ചുപോയിരിക്കുന്നു. അവൻ മുകളിലേക്ക് നോക്കി. അവിടെ മേൽക്കൂരയുടെ വിടവിലൂടെ ഒരു തുള്ളി മഞ്ഞ് അവൻ്റെ നെറ്റിയിൽ വീണു. അത് മഞ്ഞായിരുന്നില്ല, മരണത്തിൻ്റെ സ്പർശനമായിരുന്നു. കാറ്റ് വീണ്ടും തൻ്റെ കരുത്ത് കാട്ടി. തടിപ്പുരയുടെ ഒരു മൂല മഞ്ഞുഭാരത്തിൽ തകർന്നു വീണു. ആ തണുത്ത വായു ആഞ്ഞു വീശിയതോടെ അവരുടെ ഉള്ളിലെ അവസാനത്തെ പ്രത്യാശയും ആറിത്തണുത്തു. ആ തകർന്നു വീണ മേൽക്കൂരയുടെ വിടവിലൂടെ ഉള്ളിലേക്ക് അരിച്ചു കയറിയ തണുത്ത വായു ആ തടിപ്പുരയ്ക്കുള്ളിലെ അവസാനത്തെ ചൂടിനെയും തൂത്തെറിഞ്ഞു കളഞ്ഞു. നായാട്ടുകാരൻ തൻ്റെ പുതപ്പിനുള്ളിൽ ആ കുട്ടിയെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. പക്ഷെ ആ കുട്ടിയിൽ നിന്നിപ്പോൾ ഒരു ചലനവുമില്ല. അവൻ്റെ ശ്വാസം ഒരു നേർത്ത നൂലുപോലെ മാത്രം പുറത്തേക്ക് വരുന്നു. മഞ്ഞ വീണ്ടും വീണ്ടും പെയ്തുകൊണ്ടിരുന്നു. തടിപ്പുരയുടെ ഭിത്തികളിൽ മഞ്ഞുപാളികൾ ഉറച്ച് കല്ലുപോലെയായി. പുറം ലോകമെന്നത് അവർക്കിപ്പോൾ ഒരു ഓർമ്മ മാത്രമാണ്. ചുറ്റുമുള്ള നിശബ്ദതയ്ക്ക് ഭയാനകമായ ഒരു കനം അനുഭവപ്പെട്ടു തുടങ്ങി. ആ നിശബ്ദതയ്ക്കുള്ളിൽ നിന്നാണ് ആ ശബ്ദം ആദ്യമായി കേട്ടു തുടങ്ങിയത്. ആദ്യം അതൊരു സാധാരണ കാറ്റാണെന്നാണ് അവൻ കരുതിയത്.
മരങ്ങൾക്കിടയിലൂടെ ചൂളം വിളിച്ചു വരുന്ന വെറുമൊരു ശീതകാലവായു. എന്നാൽ സമയം കടന്നുപോകുന്തോറും ആ ശബ്ദത്തിനൊരു മാറ്റം സംഭവിച്ചു. അത് വെറുമൊരു ശബ്ദമായിരുന്നില്ല, അതൊരു മന്ത്രണമായിരുന്നു. ദൂരെ നിന്നാരോ അവൻ്റെ പേര് വിളിക്കുന്നതുപോലെ, പതുക്കെ, വളരെ പതുക്കെ, വരൂ, പുറത്തേക്ക് വരൂ എന്ന് ആ കാറ്റ് അവനോട് പറയുന്നതായി അവൻ സ്വപ്നം കണ്ടു. അവൻ തൻ്റെ കാതുകൾ പുത്തിപ്പിടിച്ചു. പക്ഷെ ആ ശബ്ദം വരുന്നത് പുറത്തുനിന്നല്ല, മറിച്ച് അവൻ്റെ തലയ്ക്കുള്ളിൽ നിന്നാണെന്ന് അവന് തോന്നിത്തുടങ്ങി. വിശപ്പിപ്പോൾ അവൻ്റെ വയറ്റിലൊരു മൃഗത്തെപ്പോലെ കടിച്ചു കീറുകയാണ്. ദിവസങ്ങളായി ആഹാരമില്ലാത്ത അവൻ്റെ ശരീരം സ്വന്തം മാംസത്തെ തന്നെ ദഹിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. അവൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ മങ്ങിയ വെളിച്ചത്തിൽ നിഴലുകൾ നൃത്തം ചെയ്തു. ആ തടിപ്പുരയുടെ ഇരുണ്ട മൂലകളിൽ ആരോ ഇരിക്കുന്നതായും തന്നെ നോക്കി ചിരിക്കുന്നതായും അവൻ കണ്ടു. അതൊരുപക്ഷേ കാടിൻ്റെ ആത്മാവാകാം, അല്ലെങ്കിൽ അവൻ്റെ തന്നെ തകർന്ന മനസ്സിൻ്റെ വിഭ്രാന്തിയാകാം. ആ രൂപത്തിന് വല്ലാത്തൊരാകൃതിയായിരുന്നു. നീളമുള്ള വിരലുകളും കുഴിഞ്ഞ കണ്ണുകളുമുള്ളൊരു പ്രേതരൂപം. അതവനോട് രഹസ്യമായി സംസാരിച്ചു. എന്തിനാണ് നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നിന്റെ മുന്നിൽ ആഹാരം ഇരിപ്പുണ്ടല്ലോ, അത് കഴിക്കൂ, നിനക്ക് ജീവിക്കാം. നായാട്ടുകാരൻ ഞെട്ടിപ്പോയി. തൻ്റെ അരികിൽ കിടക്കുന്ന ആ കൊച്ചു ബാലനെ അവൻ നോക്കി. ആ നിമിഷം സ്നേഹമുള്ള ആ നായാട്ടുകാരൻ്റെ കണ്ണുകളിൽ ഒരു ഭീകരമായ മാറ്റം വന്നു. വിശപ്പ് അവൻ്റെ സ്നേഹത്തെ മറയ്ക്കാൻ ആരംഭിച്ചു. ഒരു നിമിഷം മാത്രം ആ കുട്ടിയുടെ ശരീരം അവനൊരു ആഹാരമായി തോന്നി. പെട്ടെന്നവൻ തൻ്റെ തലകുലുക്കി ആ ചിന്തയെ അകറ്റാൻ ശ്രമിച്ചു. ഇല്ല, ഞാനത് ചെയ്യില്ല, അവൻ എൻ്റെ ജീവനാണ്, അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു. പക്ഷെ അവൻ്റെ ശബ്ദം ആ തണുത്ത മുറിയിൽ തട്ടി പ്രതിധ്വനിക്കുക മാത്രം ചെയ്തു. പുറത്ത് കാറ്റ് പരിഹാസത്തോടെ ചിരിച്ചു. ആ ചിരിയിൽ മരങ്ങൾ വിറച്ചു. കാറ്റിപ്പോൾ കൂടുതൽ വ്യക്തമായി സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതവൻ്റെ പ്രിയപ്പെട്ടവരുടെ ശബ്ദം അനുകരിച്ചു. അവൻ്റെ മരിച്ചുപോയ അമ്മയുടെ ശബ്ദം, അവൻ്റെ ഭാര്യയുടെ ശബ്ദം. എല്ലാവരും ഒരേ കാര്യം തന്നെയാണ് അവനോട് പറയുന്നത്. ജീവിക്കണമെങ്കിൽ നീ അത് ചെയ്തേ തീരൂ. ഈ കാട് നിന്നെ വിഴുങ്ങുന്നതിന് മുൻപ് നീ കാടിനെ വിഴുങ്ങുക. അവൻ ഭ്രാന്തമായി തല ഭിത്തിയിലടിച്ചു. ചോര ഒലിച്ചിറങ്ങിയപ്പോൾ ആ തണുപ്പിൽ അതുടനെ ഉറഞ്ഞുപോയി. വേദനയേക്കാൾ കൂടുതൽ അവനെ വേട്ടയാടിയത് ആ ശബ്ദങ്ങളായിരുന്നു. മരവിച്ച ആ കാട്ടിൽ തനിച്ചായിപ്പോയ ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ ആഴ്ന്നിറങ്ങുന്ന പൈശാചികമായ മന്ത്രണങ്ങൾ. രാത്രിയുടെ യാമങ്ങൾ കടന്നുപോയി. അവൻ ആ കുട്ടിയുടെ നെഞ്ചിൽ കൈവച്ചു. ഹൃദയമിടിപ്പ് നിലച്ചിട്ടില്ല, പക്ഷേ അത് വളരെ ദുർബലമാണ്. ഓരോ നിമിഷവും ആ കുട്ടി മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നായാട്ടുകാരൻ തൻ്റെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ആ കുട്ടിയുടെ മുഖം തലോടി. അവൻ്റെ മനസ്സിൽ രണ്ട് ചിന്തകൾ യുദ്ധം ചെയ്യുകയായിരുന്നു. ഒന്ന്, ഒരു മനുഷ്യൻ്റെ സ്നേഹവും കരുണയും. മറ്റൊന്ന്, വിശപ്പ് നൽകുന്ന മൃഗീയമായ വാസനയും. ആ പൈശാചികമായ മന്ത്രണം അവൻ്റെ ഉള്ളിലൊരു വിത്തായി വളർന്നു കഴിഞ്ഞു. നീ കഴിച്ചില്ലെങ്കിൽ നീയും മരിക്കും. നീ മരിച്ചാൽ ഇവനെ ആര് നോക്കും? കാറ്റവനെ ചതിക്കുകയായിരുന്നു. അവൻ്റെ ചിന്തകളെ അത് വഴിതിരിച്ചു വിട്ടു. മുറിയിലാകെ ഇപ്പോൾ ഒരുതരം മണം പടർന്നിരിക്കുന്നു. അത് പഴയ മരത്തിൻ്റെയോ മഞ്ഞിൻ്റെയോ മണമല്ല, അതൊരു പച്ച മാംസത്തിൻ്റെ ഗന്ധമാണ്. അവൻ ശ്വാസം ആഞ്ഞു വലിച്ചു. അവൻ്റെ നാവിൽ ഉമിനീർ ഊരി. വിശപ്പവനെ ഒരു ഭ്രാന്തനാക്കി മാറ്റിയിരിക്കുന്നു. അവൻ തൻ്റെ കണ്ണുകൾ അടച്ചുപിടിച്ച് പ്രാർത്ഥിക്കാൻ ശ്രമിച്ചു. പക്ഷേ പ്രാർത്ഥനകൾക്ക് പകരം അവൻ്റെ നാവിലൂടെ പുറത്തു വന്നത് ഒരു മൃഗത്തിൻ്റെ മുരൾച്ചയായിരുന്നു. അവൻ അറിയാതെ തന്നെ തൻ്റെ പല്ലുകൾ കൂട്ടിയിടിച്ചു. ആ തണുത്ത ഇരുട്ടിൽ അവൻ്റെ കണ്ണുകൾക്കൊരു ചെറിയ തിളക്കം വന്നു. ഒരു മനുഷ്യൻ്റെ കണ്ണുകളിൽ ഉണ്ടാകാത്ത തരം തിളക്കം. പുറത്ത് കാറ്റ് വീശുന്നത് നിർത്തി. വല്ലാത്തൊരു നിശബ്ദത അവിടെ പടർന്നു. പക്ഷേ ആ നിശബ്ദത കാറ്റിനേക്കാൾ ഭയാനകമായിരുന്നു. ആ നിശബ്ദതയിൽ അവൻ കേട്ടത് തൻ്റെ സ്വന്തം ഹൃദയമിടിപ്പല്ല, മറിച്ച് ആ കാടിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ആ വലിയ സത്വത്തിൻ്റെ ഹൃദയമിടിപ്പാണ്. വെണ്ടിഗോ എന്ന ആ ഭീകരരൂപം അവനെ ദൂരെ നിന്ന് നോക്കി നിൽക്കുകയാണ്. അവൻ്റെ ഉള്ളിലെ മനുഷ്യത്വം ഓരോ തുള്ളിയായി ചോർന്നു പോകുന്നത് ആ സത്വം ആസ്വദിക്കുകയായിരുന്നു. നീ തനിച്ചല്ല. ആ ശബ്ദം വീണ്ടും അവൻ്റെ കാതുകളിൽ മുഴങ്ങി. അവൻ ആ കുട്ടിയുടെ അരികിലേക്ക് പതുക്കെ നീങ്ങി. അവൻ്റെ കൈകൾ ഇപ്പോൾ ഒരു നായാട്ടുകാരൻ്റെ കൈകളല്ല, മറിച്ചൊരു ഇരപിടിയൻ്റെ നഖങ്ങൾ പോലെ വളയുകയായിരുന്നു. തണുപ്പവനെ വേദനിപ്പിക്കുന്നില്ല, പകരം അതവന് കരുത്ത് നൽകുന്നത് പോലെ തോന്നി. അവൻ്റെ ഉള്ളിലെ തീ അണഞ്ഞുപോയിരിക്കുന്നു, പകരം അവിടെ മഞ്ഞുപോലെ തണുത്ത ഒരു വിശപ്പ് മാത്രം അവശേഷിച്ചു. ആ തടിപ്പുരയുടെ ഉള്ളിൽ മഞ്ഞിൻ്റെ തടവറയിൽ ഒരു മനുഷ്യൻ്റെ മനസ്സ് പൂർണ്ണമായും തകർന്നു വീഴുകയായിരുന്നു. കാറ്റ് വീണ്ടും വീശാൻ തുടങ്ങി. ഇത്തവണ അത് കരച്ചിലായിരുന്നില്ല, അതൊരു സ്വാഗത ഗാനമായിരുന്നു. ഇരുട്ടിലേക്ക്, വിശപ്പിലേക്ക്, മരണമില്ലാത്ത ആ ശപിക്കപ്പെട്ട ജീവിതത്തിലേക്ക് ആ നായാട്ടുകാരനെ സ്വാഗതം ചെയ്യുന്ന ഗാനം. അവൻ തൻ്റെ കണ്ണുകൾ തുറന്നു. ആ കണ്ണുകളിൽ ഇപ്പോൾ കണ്ണുനീരില്ലായിരുന്നു, വെറുമൊരു ശൂന്യത മാത്രം, മരവിച്ച ശൂന്യത.
ആ തണുത്ത ഇരുട്ടിൽ ആ നായാട്ടുകാരൻ്റെ മനസ്സ് ഒരു നേർത്ത നൂലിൽ തൂങ്ങി നിൽക്കുകയായിരുന്നു. പുറത്ത് കാറ്റ് അതിൻ്റെ സംഹാരം നിർത്തി പതുക്കെയൊന്ന് ശമിച്ചു. പക്ഷേ ആ ശാന്തതയ്ക്ക് മരണത്തിൻ്റെ ഗന്ധമായിരുന്നു. തടിപ്പുരയ്ക്കുള്ളിൽ ഇപ്പോൾ ഒരു തുള്ളി വെളിച്ചം പോലുമില്ല. മരവിച്ച കൈകൾ കൊണ്ട് അവൻ തൻ്റെ അരികിൽ കിടന്ന ആ കൊച്ചു ബാലനെ ഒന്നുകൂടി ചേർത്തു പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ സ്പർശനത്തിൽ അവൻ എന്തോ ഒന്ന് വല്ലാതെ അപരിചിതമായി തോന്നി. മുൻപ് ആ കുട്ടിയുടെ ശരീരത്തിന് ഒരു ചെറിയ ചൂടുണ്ടായിരുന്നു. ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് പോലെ വല്ലാത്തൊരു തുടിപ്പ് അവൻ്റെ ഉള്ളം കൈയിൽ അനുഭവപ്പെടുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ തൊട്ടത് മാംസത്തിലല്ല, മറിച്ച് ഉറച്ചുപോയ ഒരു മരത്തടിയിലാണെന്ന് അവന് തോന്നി. അവൻ പരിഭ്രമത്തോടെ ആ കുട്ടിയുടെ മുഖത്ത് കൈവച്ചു. മൂക്കിന് താഴെ ശ്വാസത്തിൻ്റെ ഒരു തരി പോലുമില്ല. ആ ചെറിയ ഹൃദയം എന്നേക്കുമായി നിശ്ചലമായിരിക്കുന്നു. തണുപ്പ് ആ കുഞ്ഞിനെ ഉറക്കത്തിൽ തന്നെ അതിൻ്റെ മടിത്തട്ടിലേക്ക് എടുത്തു കഴിഞ്ഞിരുന്നു. നിശബ്ദത, അസ്ഥികളെപ്പോലും മരവിപ്പിക്കുന്ന ഭയാനകമായ നിശബ്ദത. ആ നായാട്ടുകാരൻ ഉറക്കെ കരയാൻ ശ്രമിച്ചു. പക്ഷേ അവൻ്റെ തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറത്തു വന്നില്ല. അവൻ്റെ കണ്ണുനീർ കവിളിലൂടെ ഒഴുകുന്നതിന് മുൻപേ മഞ്ഞുകട്ടകളായി മാറി. തൻ്റെ സർവസ്വവും നഷ്ടപ്പെട്ട ആ മനുഷ്യൻ ആ ശവത്തിനു മുകളിൽ വീണുകിടന്നു. സ്നേഹം പതുക്കെ വിലാപമായി മാറി. വിലാപം പതുക്കെ ഒരു തരം മരവിപ്പായി മാറി. അപ്പോഴാണ് ആ ശബ്ദം വീണ്ടും കേട്ടത്. അത് അവൻ്റെ തലയ്ക്കുള്ളിൽ നിന്നല്ല, മറിച്ച് കാറ്റിൽ നിന്ന് ഒഴുകി വന്നതായിരുന്നു. വിശക്കുന്നു, നിനക്ക് വല്ലാതെ വിശക്കുന്നു. ആ ശബ്ദം കൂടുതൽ വ്യക്തമായി. ഒരു മനുഷ്യൻ്റെ ശബ്ദമല്ല അത്, മറിച്ച് 1000 വർഷം പഴക്കമുള്ള ഒരു വിശപ്പിൻ്റെ ആക്രോശമായിരുന്നു. അവൻ്റെ വയറ്റിൽ കത്തുന്ന ആ തീ ആളിപ്പടർന്നു. ദിവസങ്ങളായുള്ള പട്ടിണി അവൻ്റെ വിവേകത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി. മനുഷ്യൻ മൃഗമായി മാറുന്ന നിമിഷം. അവൻ്റെ സ്നേഹനിധിയായ ആ കുട്ടിയുടെ ശരീരം അവനിപ്പോൾ ഒരു ബന്ധുവായോ സ്നേഹിതനായോ തോന്നിയില്ല, മറിച്ച് തൻ്റെ ജീവൻ നിലനിർത്താൻ പ്രകൃതി അവൻ്റെ മുന്നിൽ വെച്ചു നീട്ടിയ ഏക മാർഗമായി അത് മാറി. വിശപ്പൊരു ഭ്രാന്തായി അവൻ്റെ രക്തത്തിൽ പടർന്നു. അവൻ്റെ ഉള്ളിലെ മനുഷ്യത്വം അവസാനമായി ഒന്ന് പിടഞ്ഞു. വേണ്ട, ഇത് പാപമാണ്, ഇത് പ്രകൃതിക്ക് വിരുദ്ധമാണ്, അവൻ സ്വയം മന്ത്രിച്ചു. പക്ഷേ ആ കാട് അവനെ വിടാൻ തയ്യാറായിരുന്നില്ല. ഇരുട്ടിൽ നിന്ന് നീളമുള്ള വിരലുകൾ അവനെ തൊടുന്നതുപോലെ അവന് തോന്നി. അവൻ്റെ കണ്ണുകൾക്കിപ്പോൾ ഇരുട്ടിൽ കാണാൻ കഴിയുമായിരുന്നു. അവൻ തൻ്റെ പല്ലുകൾ അമർത്തിക്കടിച്ചു. അവൻ്റെ വായിൽ ഒരു തരം കയ്പ് അനുഭവപ്പെട്ടു. പെട്ടെന്ന് അചിന്തനീയമായ ആ കാര്യം സംഭവിച്ചു. വിശപ്പിൻ്റെ ആ കഠിനമായ വേദനയിൽ, ആ ശപിക്കപ്പെട്ട നിമിഷത്തിൽ അവൻ ആ വിലക്കപ്പെട്ട മാംസം രുചിച്ചു. മനുഷ്യൻ തൻ്റെ ഏറ്റവും വലിയ മര്യാദകളെയും വിശ്വാസങ്ങളെയും ലംഘിച്ച നിമിഷം. ആദ്യത്തെ കഷ്ണം അകത്തെത്തിയപ്പോൾ അവൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് പൊട്ടിത്തെറിച്ചു. അത് അവൻ്റെ ആത്മാവായിരുന്നു. ആ തടിപ്പുരയ്ക്കുള്ളിലെ വായു പെട്ടെന്ന് കൂടുതൽ തണുത്തു. ഭിത്തികളിൽ മഞ്ഞുപാളികൾ ചോര നിറത്തിൽ തിളങ്ങുന്നതുപോലെ അവന് തോന്നി. സ്നേഹത്തിനു പകരമായി അവൻ്റെ ഉള്ളിൽ ഇപ്പോൾ വല്ലാത്തൊരു ശൂന്യതയാണ്. അവൻ കരഞ്ഞില്ല, അവൻ ചിരിച്ചില്ല, അവൻ ആർത്തിയോടെ ഭക്ഷിപ്പിച്ചുകൊണ്ടിരുന്നു. ഓരോ തരി മാംസവും അവൻ്റെ വയറ്റിലെ തീയെ അണച്ചില്ല, പകരം അതിനെ കൂടുതൽ ആളിക്കത്തിച്ചു. ആഹാരം കഴിക്കുന്തോറും അവൻ്റെ വിശപ്പ് കൂടിക്കൂടി വന്നു. അതൊരു സാധാരണ വിശപ്പായിരുന്നില്ല, അതൊരു ആത്മാവിൻ്റെ വിശപ്പായിരുന്നു. ഒരിക്കലും അടങ്ങാത്ത, ഒരിക്കലും അവസാനിക്കാത്ത പൈശാചികമായ വിശപ്പ്. പുറത്ത് കാറ്റ് വീണ്ടും ഉയർന്നു. ഇത്തവണ കാറ്റിനൊരു തരം കിതപ്പായിരുന്നു. വനത്തിലെ ആത്മാക്കൾ ആ തടിപ്പുരയ്ക്ക് ചുറ്റും നൃത്തം വെച്ചു. ഒരു മനുഷ്യൻ്റെ പതനം അവർ ആഘോഷിക്കുകയായിരുന്നു. അവൻ ആ ശവത്തിനരികിൽ തളർന്നിരുന്നു. അവൻ്റെ വായുടെ ഓരങ്ങളിൽ ഇരുണ്ട നിറത്തിൽ ചോര ഉറച്ചുകിടന്നു. അവൻ തൻ്റെ കൈകളിലേക്ക് നോക്കി. ആ കൈകൾ തൻ്റേതാണെന്ന് അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവ വിറയ്ക്കുന്നില്ല. അവയ്ക്കൊരു തരം പുതിയ കരുത്ത് വന്നിരിക്കുന്നു. പക്ഷേ ആ കരുത്തിന് മരണത്തിൻ്റെ തണുപ്പായിരുന്നു. മനുഷ്യനെന്ന നിലയിലുള്ള അവൻ്റെ അവസാന രാത്രിയായിരുന്നു അത്. ആ തടിപ്പുരയ്ക്കുള്ളിൽ നടന്നത് വെറുമൊരു കൊലപാതകമല്ലായിരുന്നു, മറിച്ച് ഒരാത്മാവിൻ്റെ മരണമായിരുന്നു. മഞ്ഞു വീണ്ടും പെയ്യാൻ തുടങ്ങി. ആ തടിപ്പുരയെ പൂർണ്ണമായും മൂടി. അകത്ത് ആ ഇരുട്ടിൽ തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ അവശിഷ്ടങ്ങൾക്കരികിൽ ആ നായാട്ടുകാരൻ ഒരു പുതിയ രൂപത്തിലേക്ക് മാറുകയായിരുന്നു. അവൻ്റെ ഹൃദയം പതുക്കെ പതുക്കെ കല്ലുപോലെ ഉറച്ചു. സ്നേഹവും കരുണയും വേദനയും ആ ഹൃദയത്തിൽ നിന്നും മാഞ്ഞുപോയി.
പകരം അവിടെ മഞ്ഞുപോലെ തണുത്ത ഒരു ശൂന്യത മാത്രം ബാക്കിയായി. അവൻ ആ ഇരുട്ടിലേക്ക് നോക്കി പതുക്കെ ഒരു ശബ്ദമുണ്ടാക്കി. അതൊരു മനുഷ്യൻ്റെ ശബ്ദമായിരുന്നില്ല. അത് വരാനിരിക്കുന്ന ഒരു വലിയ ദുരന്തത്തിൻ്റെ തുടക്കമായിരുന്നു. ആ തടിപ്പുരയുടെ ഭിത്തികൾക്കുള്ളിൽ പടർന്ന ആ ഭീകരമായ നിശബ്ദതയിൽ ഒരു മനുഷ്യന്റെ ആത്മാവ് അതിൻ്റെ അവസാനത്തെ ശ്വാസം വിടുകയായിരുന്നു. വിലക്കപ്പെട്ട ആ മാംസം അവൻ്റെ തൊണ്ടയിലൂടെ താഴേക്കിറങ്ങിയ നിമിഷം പ്രകൃതിയുടെ സകല നിയമങ്ങളും അവനു മുന്നിൽ തകർന്നു വീണു. അവൻ കരുതിയത് ആ മാംസം അവൻ്റെ വിശപ്പിനെ ശമിപ്പിക്കുമെന്നും ശരീരത്തിന് അല്പം ചൂട് നൽകുമെന്നുമാണ്. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ആ ആദ്യത്തെ തരി അകത്തെത്തിയപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നതുപോലെ അവന് തോന്നി. പക്ഷേ ആ തീയിൽ ചൂടില്ലായിരുന്നു. മറിച്ച് 1000 മഞ്ഞുമലകൾ ഒന്നിച്ച് അവൻ്റെ രക്തത്തിലേക്ക് അലിഞ്ഞു ചേരുന്നതുപോലെ ഒരു മരവിപ്പാണ് അവൻ അനുഭവപ്പെട്ടത്. അവൻ ആ തടിപ്പുരയുടെ തറയിൽ തളർന്നിരുന്നു. ചുറ്റുമുള്ള ഇരുട്ട് ഇപ്പോൾ അവനെ ഭയപ്പെടുത്തുന്നില്ല. പകരം ആ ഇരുട്ട് അവനുമായി സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവൻ്റെ ഉള്ളിലെ മനുഷ്യത്വം ഒരു മെഴുകുതിരിനാളം പോലെ ഒന്ന് ആടിയുലഞ്ഞു, ഒടുവിൽ എന്നേക്കുമായി അണഞ്ഞുപോയി. തൻ്റെ മടിയിൽ കിടന്ന ആ കുട്ടിയുടെ അവശിഷ്ടങ്ങൾ അവനിപ്പോൾ സ്നേഹത്തിൻ്റെ ഓർമ്മകളല്ല നൽകിയത്. മറിച്ച് ഒരു മൃഗത്തിന് തൻ്റെ ഇരയോട് തോന്നുന്ന വെറും ശൂന്യമായ ഒരു ഭാവം മാത്രമായിരുന്നു അവൻ്റെ കണ്ണുകളിൽ. അവൻ പതുക്കെ തൻ്റെ കൈകളിലേക്ക് നോക്കി. ആ തണുത്ത വെളിച്ചത്തിൽ അവൻ്റെ ചർമ്മം വിളറി വെളുക്കാൻ തുടങ്ങുന്നത് അവൻ കണ്ടു. അത് വെറുമൊരു വെളുപ്പായിരുന്നില്ല. മരിച്ച ഒരു മനുഷ്യൻ്റെ ശരീരത്തിനുണ്ടാകുന്ന രക്തമോട്ടം നിലച്ച ആ വിളറിയ നിറം. അവൻ്റെ വിരലുകൾ പതുക്കെ നീളം വെക്കുന്നതുപോലെ അവന് തോന്നി. നഖങ്ങൾ കൂർത്തതാകുകയും കല്ലുപോലെ കടുപ്പമുള്ളതാകുകയും ചെയ്തു. ഓരോ നിമിഷവും അവൻ്റെ ശരീരം ഒരു പുതിയ രൂപത്തിലേക്ക് മാറുകയായിരുന്നു. ഏറ്റവും വലിയ മാറ്റം സംഭവിച്ചത് അവൻ്റെ ഉള്ളിലായിരുന്നു. അവൻ്റെ നെഞ്ചിനുള്ളിൽ എപ്പോഴും തുടിച്ചിരുന്ന ആ ഊഷ്മളമായ ഹൃദയം പതുക്കെ അതിൻ്റെ ചലനം നിർത്തി. ഒരു യന്ത്രമെന്നപോലെ അത് ഇടയ്ക്കിടെ മാത്രം സ്പന്ദിച്ചു. പതുക്കെ പതുക്കെ ആ മാംസപേശികൾ കഠിനമായി മാറി. അവൻ്റെ ഹൃദയം അക്ഷരാർത്ഥത്തിൽ ഒരു മഞ്ഞുകട്ടയായി മാറുകയായിരുന്നു. സ്നേഹവും കരുണയും കുറ്റബോധവും ആ ഹൃദയത്തിൽ നിന്ന് ഉറഞ്ഞുപോയി. ഇപ്പോൾ അവന് തണുപ്പനുഭവപ്പെടുന്നില്ല. പുറത്തു വീശുന്ന ആ കൊലയാളിക്കാറ്റവൻ്റെ ശരീരത്തിൽ തട്ടുമ്പോൾ അവനത് സുഖകരമായ ഒരു തലോടലായി തോന്നി. അവൻ്റെ ഉള്ളിലെ താപനില പ്രകൃതിയിലെ ആ മരവിച്ച താപനിലയുമായി ഒത്തുചേർന്നു. അവൻ ശ്വാസം വിടുമ്പോൾ പുറത്തേക്ക് വരുന്നത് വെറുമൊരു പുകയല്ല, മറിച്ച് മഞ്ഞുകട്ടയുടെ ചെറിയ തരികളായിരുന്നു. അവൻ്റെ ശ്വാസകോശങ്ങൾ പോലും ആ തണുപ്പിനെ ആഗിരണം ചെയ്തു കഴിഞ്ഞിരുന്നു. രൂപമാറ്റം അത്ര എളുപ്പമുള്ള ഒന്നായിരുന്നില്ല. അവൻ്റെ എല്ലുകൾ ഒടിയുന്ന ശബ്ദം ആ തടിപ്പുരയ്ക്കുള്ളിൽ മുഴങ്ങിക്കേട്ടു. അവൻ്റെ ശരീരം അസ്വാഭാവികമായി നീളം വയ്ക്കാൻ തുടങ്ങി. ചർമ്മം അവൻ്റെ എല്ലുകൾക്ക് മുകളിലൂടെ വലിഞ്ഞു മുറുകി. ആഹാരമില്ലാതെ ഒട്ടിയ വയറും തെറിച്ചു നിൽക്കുന്ന വാരിയെല്ലുകളും അവനെ ഒരു ജീവനുള്ള അസ്ഥികൂടത്തെ പോലെയാക്കി മാറ്റി. അവൻ്റെ കവിളുകൾ ഉള്ളിലേക്ക് കുഴിഞ്ഞുപോയി. താടിയെല്ലുകൾ നീണ്ടുവരികയും പല്ലുകൾ മാംസം കീറാൻ പാകത്തിന് മൂർച്ചയുള്ളതാകുകയും ചെയ്തു. അവൻ ആ മുറിയിലെ ഒരു പഴയ കണ്ണാടി കഷ്ണത്തിൽ തൻ്റെ രൂപം നോക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൻ കണ്ടത് പഴയ ആ കരുത്തനായ നായട്ടുകാരനെയല്ല. ഇരുണ്ട കുഴികൾ പോലുള്ള കണ്ണുകളിൽ നിന്ന് നീല നിറത്തിലുള്ള ഒരു പ്രകാശം പുറത്തേക്ക് വരുന്നു. ആ കണ്ണുകൾക്കിപ്പോൾ മനുഷ്യൻ്റേതായ ഒരു ഭാവവുമില്ലായിരുന്നു. അവ ഒരു ഇരപിടിയൻ്റേതായിരുന്നു. വെളിച്ചത്തെ ഭയപ്പെടുന്ന, ഇരുട്ടിനെ പ്രണയിക്കുന്ന ഒരു ക്രൂരമായ കാഴ്ച. അവൻ കരുതിയത് ആ വിലക്കപ്പെട്ട മാംസം കഴിച്ചാൽ വിശപ്പ് മാറുമെന്നാണ്. പക്ഷേ അതൊരു ചതിയായിരുന്നു. ശാപം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ അവനെ പിടികൂടി. ആ മാംസം അവൻ്റെ ഉള്ളിലെ ഒരു ഭീകരമായ വിശപ്പിനെ ഉണർത്തുക മാത്രമാണ് ചെയ്തത്. എത്ര കഴിച്ചാലും മാറാത്ത, എത്ര ജീവനുകളെ ഒടുക്കിയാലും അടങ്ങാത്ത ഒരു നിത്യമായ വിശപ്പ്. അവൻ്റെ വയറിപ്പോഴൊരു വലിയ അഗാധത പോലെയാണ്. ഒരു ലോകത്തെ മുഴുവൻ വിഴുങ്ങിയാലും ആ വിശപ്പ് അവശേഷിക്കും. അവൻ തൻ്റെ വിരലുകൾ കടിച്ചു നോക്കി. സ്വന്തം മാംസം പോലും അവന് രുചികരമായി തോന്നി. പക്ഷേ അത് തിന്നാൻ അവന് കഴിഞ്ഞില്ല. കാരണം അവൻ്റെ ശരീരം ഇപ്പോൾ ഒരു മരത്തടി പോലെ ഉറച്ചു കഴിഞ്ഞിരുന്നു. ആ വിശപ്പ് അവനെ ഭ്രാന്ത് പിടിപ്പിച്ചു. അവൻ ആ തടിപ്പുരയുടെ ഭിത്തികളിൽ നഖങ്ങൾ കൊണ്ട് മാന്തി. മരപ്പലകുകൾ പഞ്ഞി പോലെ കീറിപ്പോയി. അവൻ്റെ കരുത്ത് 100 ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു. പക്ഷേ ആ കരുത്തിനൊപ്പം അവന് ലഭിച്ചത് നരകതുല്യമായ ഒരു ഏകാന്തതയായിരുന്നു. പുറത്ത് കാറ്റിപ്പോൾ പാടുകയല്ല, മറിച്ച് അവനെ ആദരിക്കുകയായിരുന്നു. മരങ്ങൾ പരസ്പരം തലയാടി അവന് വഴിമാറിക്കൊടുത്തു. കാട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു തങ്ങളുടെ പുതിയ രാജാവ് ജനിച്ചിരിക്കുന്നുവെന്ന്. വെൻഡിഗോ, മഞ്ഞിലെ ആ മഹാസത്വം. അവൻ്റെ പാദങ്ങൾ മണ്ണിൽ തൊടുമ്പോൾ മഞ്ഞുരുകുകയല്ല, മറിച്ച് കൂടുതൽ കട്ടിയാകുകയാണ് ചെയ്യുന്നത്. അവൻ ആ തടിപ്പുരയുടെ തറയിൽ നിന്ന് മുകളിലേക്ക് നോക്കി. തകർന്ന മേൽക്കൂരയിലൂടെ കണ്ട ആകാശം ഇപ്പോൾ അവന് പരിചിതമായി തോന്നി. അവൻ പതുക്കെ എഴുന്നേറ്റ് നിന്നു. അവൻ്റെ തല മേൽക്കൂരയിൽ മുട്ടി. അവൻ അത്രമേൽ ഉയരമുള്ളവനായി മാറിയിരിക്കുന്നു. ഒരു കാലത്ത് താൻ സംരക്ഷിച്ചിരുന്ന ആ കൊച്ചു ബാലൻ്റെ ഓർമ്മകൾ അവനിൽ നിന്ന് മഞ്ഞുപോലെ ഉരുകിപ്പോയി. ഇപ്പോൾ അവൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ: വിശപ്പ്. ശുദ്ധമായ ക്രൂരമായ വിശപ്പ്.
അവൻ തൻ്റെ ഹൃദയത്തിൽ കൈവച്ചു നോക്കി. അവിടെ ഇപ്പോൾ ഒരു ചലനവുമില്ല. അത് പൂർണ്ണമായി മഞ്ഞുകട്ടയായി മാറിയിരിക്കുന്നു. ഒരു തുള്ളി രക്തം പോലും അവൻ്റെ ശരീരത്തിൽ ചലിക്കുന്നില്ല. മരവിച്ച മാംസവും ഉറച്ച എല്ലുകളും മാത്രമുള്ള ഒരു രൂപം. അവൻ ചുറ്റും നോക്കി. തടിപ്പുരയിലെ ഓരോ വസ്തുവിനും ഇപ്പോൾ ഒരു മരണത്തിൻ്റെ നിറമാണ്. അവൻ പതുക്കെ വാതിലിൻ്റെ നേരെ നടന്നു. അവൻ്റെ ഓരോ ചുവടും തറയിൽ വലിയ വിള്ളലുകളുണ്ടാക്കി. അവൻ ഇനി ആ തടിപ്പുരയുടെ തടവുകാരനല്ല. അവൻ ഈ കാടിൻ്റെ തന്നെ ഭാഗമായി മാറിയിരിക്കുന്നു. അവൻ്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ആ തണുത്ത ആവരണത്തിൽപ്പെട്ട് അരികിലുള്ള ചെറിയ പുൽനാമ്പതിൽ പോലും കരിഞ്ഞുപോയി. വാതിൽക്കലെത്തിയപ്പോൾ അവൻ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. താൻ അറിഞ്ഞ മനുഷ്യലോകത്തിൻ്റെ അവസാനത്തെ അടയാളമായിരുന്നു ആ തടിപ്പുര. പക്ഷേ ഇപ്പോൾ അവൻ ഒരാളോടും ഒരു മമതയുമില്ല. അവൻ്റെ ശ്വാസം ഒരു മന്ത്രം പോലെ ആ മുറിയിൽ മുഴങ്ങിക്കേട്ടു. ആ മുറിയിലെ തണുപ്പിപ്പോൾ പുറത്തെ തണുപ്പിനേക്കാൾ ഭീകരമായിരുന്നു. കാറ്റ് വീണ്ടും വീശാൻ തുടങ്ങി. അതവൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. നീ ഇപ്പോൾ നമ്മളിൽ ഒരാളാണ്. വിശപ്പിൻ്റെ ഉടയവനാണ്. അവൻ ആ ശബ്ദത്തിന് നേരെ ഒന്ന് നോക്കി. അവൻ്റെ കണ്ണുകളിലെ നീല വെളിച്ചം ആ ഇരുണ്ട നാട്ടെ കീറിമുറിച്ചു. ആ നായട്ടുകാരൻ മരിച്ചു കഴിഞ്ഞു. ജനിച്ചതൊരിക്കലും മരിക്കാത്ത, ഒരിക്കലും വിശപ്പടങ്ങാത്ത ആ ശപിക്കപ്പെട്ട സത്വം. പുറത്തെ മഞ്ഞുവീഴ്ച ഇപ്പോൾ അവനെ പൊതിയുകയാണ്. മഞ്ഞുതുള്ളികൾ അവൻ്റെ ശരീരത്തിൽ വീഴുമ്പോൾ അവ മുത്തുകളെപ്പോലെ ഉറച്ചു കിടന്നു. ആ തടിപ്പുരയുടെ നിശബ്ദതയിൽ നിന്ന് അവൻ പുറത്തെ മഞ്ഞുകാറ്റിലേക്ക് ആദ്യത്തെ ചുവടുവെച്ചു. ആ തടിപ്പുരയുടെ ഉള്ളിൽ ബാക്കിയുണ്ടായിരുന്ന നിശബ്ദത പോലും ഇപ്പോൾ പേടിച്ചു വിറയ്ക്കുകയാണ്. ചുവരിലെ ആ പഴയ കണ്ണാടിയിൽ കണ്ട രൂപം ഒരു മനുഷ്യൻ്റേതായിരുന്നില്ല. അത് വിശപ്പിൻ്റെയും മരണത്തിൻ്റെയും ഒരു പുതിയ അടയാളമായിരുന്നു. താൻ അറിഞ്ഞ ലോകം, താൻ സ്നേഹിച്ച മനുഷ്യർ, തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഓർമ്മകൾ, അവയെല്ലാം ആ തണുത്ത ഹൃദയത്തിൽ നിന്ന് എന്നേക്കുമായി മാഞ്ഞുപോയിരിക്കുന്നു. ആ നായാട്ടുകാരൻ ഇപ്പോൾ വെറുമൊരു ഓർമ്മയാണ്. മഞ്ഞിലെ ആ മഹാസത്വം, വെണ്ടിഗോ, അത് പൂർണ്ണ രൂപത്തിൽ അവിടെ പിറവികൊള്ളുകയായിരുന്നു. ആ തടിപ്പുരയുടെ പഴയ വാതിൽ, കാറ്റിൽ നിന്ന് തന്നെ സംരക്ഷിച്ചിരുന്ന ആ പലകകൾ ഇപ്പോൾ അവന് ഒരു ചെറിയ കടലാസ് കഷ്ണം പോലെ തോന്നി. അവൻ പതുക്കെ എഴുന്നേറ്റ് നിന്നു. അവൻ്റെ തല ഇപ്പോൾ ആ മുറിയുടെ ഉയർന്ന മേൽക്കൂരയിൽ മുട്ടുന്നുണ്ടായിരുന്നു. അവൻ്റെ കൈകാലുകൾ അസ്വാഭാവികമായി നീളം വെച്ചു കഴിഞ്ഞിരുന്നു. ചർമ്മം എല്ലുകൾക്ക് മുകളിൽ വലിഞ്ഞു മുറുകി ഒരു ജീവനുള്ള അസ്ഥികൂടത്തെ പോലെ അവൻ ഭയാനകമായി മാറി. അവൻ പതുക്കെ ആ വാതിലിന് നേരെ ഒരു ചുവട് വെച്ചു. ഓരോ ചുവടിലും ആ തടിവീടിൻ്റെ തറ ഒടിഞ്ഞ് തകരുകയായിരുന്നു. ഒരു മനുഷ്യന് താങ്ങാൻ കഴിയാത്ത ഭാരവും കരുത്തുമാണ് ആ പുതിയ ശരീരത്തിന് ലഭിച്ചത്. അവൻ തൻ്റെ കൂർത്ത നഖങ്ങളുള്ള കൈകൾ കൊണ്ട് ആ വാതിലിലൊന്ന് സ്പർശിച്ചു. വടക്കേ വശത്തെ കഠിനമായ കാറ്റിൽ പോലും തകരാതെ നിന്ന ആ ഉറപ്പുള്ള മരപ്പലങ്ങകൾ ഒരു പഴകിയ തുണിയെന്ന പോലെ കീറിപ്പോയി. അവൻ തൻ്റെ ശക്തി തിരിച്ചറിയുകയായിരുന്നു. പക്ഷേ ആ ശക്തിക്കൊപ്പം അവൻ്റെ ഉള്ളിൽ വിശപ്പ് ഒരു കടൽ പോലെ ഇരമ്പിക്കൊണ്ടിരുന്നു. അവൻ ആ തടിപ്പുരയുടെ വാതിൽ തകർത്തു പുറത്തേക്കിറങ്ങി. പുറത്തൊരു വലിയ മഞ്ഞുകാറ്റ് ആഞ്ഞു വീശുകയായിരുന്നു. ലോകം മുഴുവൻ വെളുത്ത പുകയിൽ മുങ്ങിയിരിക്കുന്നു. കാഴ്ചകൾ ഒരടി ദൂരത്തിനപ്പുറം അപ്രത്യക്ഷമായിരിക്കുന്നു. ഏതൊരു മനുഷ്യനും സെക്കൻഡുകൾക്കുള്ളിൽ മരവിച്ചു മരിക്കാവുന്ന ആ കൊടും തണുപ്പിലേക്ക് അവൻ തികച്ചും നഗ്നനായി ഇറങ്ങി നിന്നു. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ആ തണുപ്പവനെ വേദനിപ്പിച്ചില്ല. മഞ്ഞ് അവൻ്റെ ചർമ്മത്തിൽ വീഴുമ്പോൾ അത് ഉരുകുന്നില്ല, മറിച്ച് അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുകയായിരുന്നു. അവൻ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു. ആ വായുവിന് ഐസിൻ്റെ തണുപ്പായിരുന്നു. അതവൻ്റെ ശ്വാസകോശങ്ങളിലേക്ക് പടരുമ്പോൾ അവന് വല്ലാത്തൊരു ഉന്മേഷം തോന്നി. അവൻ ആ മഞ്ഞുകാറ്റിലേക്ക് നോക്കി തലയുയർത്തി നിന്നു. അവൻ്റെ കുഴിഞ്ഞ കണ്ണുകളിലെ ആ നീല വെളിച്ചം ആ വെളുത്ത മഞ്ഞിനെ കീറി മുറിച്ചു. കാറ്റും മഞ്ഞും ഇപ്പോൾ അവൻ്റെ ശത്രുക്കളല്ല, മറിച്ച് അവൻ്റെ സുഹൃത്തുക്കളാണ്. അവൻ ആ കൊടുങ്കാറ്റിൻ്റെ തന്നെ ഭാഗമായി മാറിയിരിക്കുന്നു. അവൻ്റെ രൂപം ഇപ്പോൾ ഏതൊരു മൃഗത്തെക്കാളും ഭീതിതമാണ്. അവൻ്റെ ശരീരം മെലിഞ്ഞ് വിളറി വെളുത്തതാണ്, പക്ഷേ അത് കല്ലുപോലെ ഉറച്ചതാണ്. മുടി മഞ്ഞുകട്ടകൾ പറ്റിപ്പിടിച്ച് നീളത്തിൽ പിന്നിലേക്ക് കിടക്കുന്നു. അവൻ്റെ വായുടെ ഓരങ്ങൾ നീളമുള്ള പല്ലുകൾ കൊണ്ട് വികൃതമായിരിക്കുന്നു. അവൻ ഓരോ തവണ ശ്വാസം വിടുമ്പോഴും ഒരു വലിയ മഞ്ഞുമേഘം തന്നെ അവിടെ രൂപപ്പെടുന്നുണ്ടായിരുന്നു. അവൻ ആ തടിപ്പുരയുടെ വാതിൽ തകർത്ത് പുറത്തേക്കിറങ്ങി. പുറത്തൊരു വലിയ മഞ്ഞുകാറ്റ് ആഞ്ഞു വീശുകയായിരുന്നു. ലോകം മുഴുവൻ വെളുത്ത പുകയിൽ മുങ്ങിയിരിക്കുന്നു. കാഴ്ചകൾ ഒരടി ദൂരത്തിനപ്പുറം അപ്രത്യക്ഷമായിരിക്കുന്നു. ഏതൊരു മനുഷ്യനും സെക്കൻഡുകൾക്കുള്ളിൽ മരവിച്ചു മരിക്കാവുന്ന ആ കൊടും തണുപ്പിലേക്ക് അവൻ തികച്ചും നഗ്നനായി ഇറങ്ങി നിന്നു. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ആ തണുപ്പവനെ വേദനിപ്പിച്ചില്ല. മഞ്ഞ് അവൻ്റെ ചർമ്മത്തിൽ വീഴുമ്പോൾ അത് ഉരുകുന്നില്ല, മറിച്ച് അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുകയായിരുന്നു. അവൻ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു. ആ വായുവിന് ഐസിൻ്റെ തണുപ്പായിരുന്നു. അതവൻ്റെ ശ്വാസകോശങ്ങളിലേക്ക് പടരുമ്പോൾ അവന് വല്ലാത്തൊരു ഉന്മേഷം തോന്നി. അവൻ ആ മഞ്ഞുകാറ്റിലേക്ക് നോക്കി തലയുയർത്തി നിന്നു.
അവൻ്റെ കുഴിഞ്ഞ കണ്ണുകളിലെ ആ നീല വെളിച്ചം ആ വെളുത്ത മഞ്ഞിനെ കീറി മുറിച്ചു. കാറ്റും മഞ്ഞും ഇപ്പോൾ അവൻ്റെ ശത്രുക്കളല്ല, മറിച്ച് അവൻ്റെ സുഹൃത്തുക്കളാണ്. അവൻ ആ കൊടുങ്കാറ്റിൻ്റെ തന്നെ ഭാഗമായി മാറിയിരിക്കുന്നു. അവൻ്റെ രൂപം ഇപ്പോൾ ഏതൊരു മൃഗത്തെക്കാളും ഭീതിതമാണ്. അവൻ്റെ ശരീരം മെലിഞ്ഞ് വിളറി വെളുത്തതാണ്, പക്ഷേ അത് കല്ലുപോലെ ഉറച്ചതാണ്. മുടി മഞ്ഞുകട്ടകൾ പറ്റിപ്പിടിച്ച് നീളത്തിൽ പിന്നിലേക്ക് കിടക്കുന്നു. അവൻ്റെ വായുടെ ഓരങ്ങൾ നീളമുള്ള പല്ലുകൾ കൊണ്ട് വികൃതമായിരിക്കുന്നു. അവൻ ഓരോ തവണ ശ്വാസം വിടുമ്പോഴും ഒരു വലിയ മഞ്ഞുമേഘം തന്നെ അവിടെ രൂപപ്പെടുന്നുണ്ടായിരുന്നു. അവൻ ആ തടിപ്പുരയുടെ വാതിൽ തകർത്തു പുറത്തേക്കിറങ്ങി. പുറത്തൊരു വലിയ മഞ്ഞുകാറ്റ് ആഞ്ഞു വീശുകയായിരുന്നു. ലോകം മുഴുവൻ വെളുത്ത പുകയിൽ മുങ്ങിയിരിക്കുന്നു. കാഴ്ചകൾ ഒരടി ദൂരത്തിനപ്പുറം അപ്രത്യക്ഷമായിരിക്കുന്നു. ഏതൊരു മനുഷ്യനും സെക്കൻഡുകൾക്കുള്ളിൽ മരവിച്ചു മരിക്കാവുന്ന ആ കൊടും തണുപ്പിലേക്ക് അവൻ തികച്ചും നഗ്നനായി ഇറങ്ങി നിന്നു. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ആ തണുപ്പവനെ വേദനിപ്പിച്ചില്ല. മഞ്ഞ് അവൻ്റെ ചർമ്മത്തിൽ വീഴുമ്പോൾ അത് ഉരുകുന്നില്ല, മറിച്ച് അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുകയായിരുന്നു. അവൻ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു. ആ വായുവിന് ഐസിൻ്റെ തണുപ്പായിരുന്നു. അതവൻ്റെ ശ്വാസകോശങ്ങളിലേക്ക് പടരുമ്പോൾ അവന് വല്ലാത്തൊരു ഉന്മേഷം തോന്നി. അവൻ ആ മഞ്ഞുകാട്ടിലേക്ക് നോക്കി തലയുയർത്തി നിന്നു. അവൻ്റെ കുഴിഞ്ഞ കണ്ണുകളിലെ ആ നീല വെളിച്ചം ആ വെളുത്ത മഞ്ഞിനെ കീറി മുറിച്ചു. കാറ്റും മഞ്ഞും ഇപ്പോൾ അവൻ്റെ ശത്രുക്കളല്ല, മറിച്ച് അവൻ്റെ സുഹൃത്തുക്കളാണ്. അവൻ ആ കൊടുങ്കാറ്റിൻ്റെ തന്നെ ഭാഗമായി മാറിയിരിക്കുന്നു. ഇനി ഏതൊരു വീഴ്ചയിലും തകരാത്തതായി അവൻ മാറി. സ്വന്തം വിശപ്പ് മുന്നിൽ ഇനിയും മറ്റൊന്നും വെല്ലുവിളിയല്ല. ഏതൊരു പ്രതിസന്ധിയെയും തകർക്കാൻ അവൻ്റെ വികൃത രൂപത്തിന് കഴിയും. മഞ്ഞ് വല്ലപ്പോഴും കാറ്റിൽ പറന്നു. അവൻ വിശപ്പുകൊണ്ട് വല്ലാതെ നിലവിളിക്കുകയായിരുന്നു. ആ കൊടുങ്കാറ്റിൽ പോയി നിങ്കിലത്തിന് സമമാണ് ഇനി ഏതൊരു മനുഷ്യനെയും കാത്തിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം വരെ മറ്റേതൊരു കാടിനും അവൻ പരിചിതമായിരുന്നു. പക്ഷേ കാട്ടിനും മുഖമാണ്. ഇനി മരണത്തിൻ്റെ വ്യാഖ്യാനം മാറി. ഇനി തണുപ്പിനും ഭീതിയുടെ മുഖമാണ്. വെൻഡിഗോ. ആ തടിപ്പുരയിൽ നിന്ന് ആ മഹാസത്വം പുറത്തേക്ക് നടന്നപ്പോൾ പ്രകൃതി പോലും ഒന്ന് ശ്വാസമടക്കി പിടിച്ചു. മഞ്ഞ് വീണ്ടും പെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ ആ കാറ്റിൽ ഇപ്പോൾ ഒരു പുതിയ താളമുണ്ടായിരുന്നു. ദിവസങ്ങളോളം നീണ്ടുനിന്ന ആ അതിഭീകരമായ കൊടുങ്കാറ്റ് പതുക്കെ അടങ്ങാൻ തുടങ്ങി. ചാരനിറത്തിലുള്ള ആകാശത്ത് മേഘങ്ങൾ പതുക്കെ വശങ്ങളിലേക്ക് മാറി. ഒരു വിളറിയ വെളിച്ചം ആ മഞ്ഞുമൂടിയ വനത്തിലേക്ക് അരിച്ചെത്തി. പക്ഷേ ആ വെളിച്ചത്തിന് ലോകത്തെ ചൂടുപിടിപ്പിക്കാൻ കഴിഞ്ഞില്ല. അത് വെറുമൊരു മരണ വെളിച്ചമായിരുന്നു. മഞ്ഞുവീണ മരങ്ങൾക്കിടയിലൂടെ ഒരൊറ്റ നിഴൽ പതുക്കെ നീങ്ങിത്തുടങ്ങി. അത് മനുഷ്യനല്ല, മൃഗമല്ല, മറിച്ച് വിശപ്പിൻ്റെയും തണുപ്പിൻ്റെയും ആൾരൂപമായിരുന്നു. വെൻഡിഗോ. ആ മഹാസത്വം ഇപ്പോൾ ആ കാടിനെ പൂർണ്ണമായും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഓരോ മരവും ഓരോ വിള്ളലും ഓരോ കാറ്റും അതിന് പരിചിതമായിരിക്കുന്നു. അതിൻ്റെ ശരീരത്തിന് ഇപ്പോൾ ഭാരമില്ലാത്തതുപോലെയാണ്. മഞ്ഞിന് മുകളിലൂടെ നടക്കുമ്പോൾ ആ നീളമുള്ള കാലുകൾ ശബ്ദമുണ്ടാക്കിയില്ല. അത് മഞ്ഞിന് മുകളിൽ പതിയുകയല്ല, മറിച്ച് മഞ്ഞിന് മുകളിലൂടെ ഒഴുകി നീങ്ങുകയായിരുന്നു. എന്നാൽ ആ സത്വത്തിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ പഴയ നായാട്ടുകാരൻ്റെ ചില ഓർമ്മകൾ കനലുകൾ പോലെ അവശേഷിക്കുന്നുണ്ടായിരുന്നു. സ്നേഹത്തിൻ്റെയോ കരുണയുടെയോ ഓർമ്മകളല്ല, മറിച്ച് മനുഷ്യരുടെ സ്വഭാവങ്ങളെക്കുറിച്ചുള്ള, അവരുടെ പേടികളെക്കുറിച്ചുള്ള കരുത്ത ഓർമ്മകൾ. കാറ്റ് ശമിച്ചതോടെ പട്ടിണിയിലായിരുന്ന ഗ്രാമങ്ങളിൽ നിന്നും സമീപത്തുള്ള താവളങ്ങളിൽ നിന്നും ആളുകൾ പതുക്കെ പുറത്തിറങ്ങാൻ തുടങ്ങിയിരുന്നു. തങ്ങളുടെ ഉറ്റവരെ തിരഞ്ഞും ഭക്ഷണത്തിനായും അവർ ആ തണുത്ത കാടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. വെൻഡിഗോ അവരെ നിരീക്ഷിക്കുകയായിരുന്നു. പൈൻ മരങ്ങളുടെ വലിയ മറവുകളിൽ ഒളിച്ചുനിന്ന് തൻ്റെ നീലക്കണ്ണുകളാൽ അത് ഇരകളെ അളന്നു. പക്ഷെ വേഗത്തിൽ ചെന്ന് ആക്രമിക്കുന്നതിനേക്കാൾ വലിയൊരു ക്രൂരത ആ സത്വം തൻ്റെ ഉള്ളിൽ വളർത്തിയെടുത്തു. അത് ഈ വനത്തിൻ്റെ തന്നെ ശബ്ദമായി മാറാൻ പഠിച്ചു. തൻ്റെ പ്രിയപ്പെട്ടവൻ മരിച്ച ആ ഗുഹയിൽ വെച്ച് തൻ്റെ വിശപ്പടക്കാൻ അവൻ ചെയ്ത ആ തെറ്റ് അവനൊരു പുതിയ കഴിവ് നൽകിയിരുന്നു. അത് നാവുകളുടെ മായയായിരുന്നു. കാറ്റിൻ്റെ ഇരമ്പലിനിടയിൽ ആ സത്വം പതുക്കെ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ആദ്യം അതൊരു ചെറിയ മൂളലായിരുന്നു, പിന്നീടത് വാക്കുകളായി മാറി. ആ സത്വത്തിന് മനുഷ്യരുടെ ശബ്ദം അനുകരിക്കാൻ കഴിയുമെന്ന് അത് തിരിച്ചറിഞ്ഞു. താൻ മുൻപ് സ്നേഹിച്ചവരുടെ, തന്നെ സ്നേഹിച്ചിരുന്നവരുടെ ശബ്ദങ്ങൾ. ഓരോ യാത്രികന്റെയും ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ ആഴത്തിൽ സ്പർശിക്കുന്ന ആ ശബ്ദം. ആ രാത്രിയിൽ കാട് അതിഭീകരമായ നിശബ്ദതയിലായിരുന്നു. ഒരു കൂട്ടം നായാട്ടുകാർ തങ്ങളുടെ കാണാതായ സുഹൃത്തിനെ തിരഞ്ഞ് കാടിൻ്റെ ഉള്ളിലേക്ക് വന്നു. അവർ കയ്യിൽ തീപ്പണ്ഡങ്ങൾ ഏന്തിയിരുന്നു. ആ വെളിച്ചം മഞ്ഞിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ മരങ്ങൾക്കിടയിൽ ഭീകരമായ നിഴലുകൾ നൃത്തം ചെയ്തു. പെട്ടെന്ന് അവർക്കിടയിലുള്ള ഒരാൾ നിന്നു. അവൻ ദൂരേക്ക് കാതോർത്തു. "സഹായിക്കൂ, എനിക്ക് വഴിതെറ്റി, ഞാൻ ഇവിടെയുണ്ട്."
ഒരു കൊച്ചുകുട്ടിയുടെ കരച്ചിലായിരുന്നു അത്. ആ നായാട്ടുകാരന്റെ ഹൃദയം പടപടായി ഇടിച്ചു. അതവന്റെ സ്വന്തം മകന്റെ ശബ്ദമായിരുന്നു. മാസങ്ങൾക്ക് മുൻപ് കാട്ടിൽ കാണാതായ അവന്റെ പ്രിയപ്പെട്ട മകൻ. അതാ അവിടെ എന്റെ മകൻ വിളിക്കുന്നു, അവൻ വിളിച്ചു പറഞ്ഞു. കൂടെയുള്ളവർ അവനെ തടയാൻ ശ്രമിച്ചു. വേണ്ട, ഈ രാത്രിയിൽ അത് അസാധ്യമാണ്, അത് വല്ല കാട്ടുശബ്ദമാകും. പക്ഷേ ആ മനുഷ്യൻ കേട്ടില്ല. സ്നേഹം അവനെ അന്ധനാക്കിയിരുന്നു. ആ ശബ്ദം അത്രമേൽ സത്യസന്ധമായിരുന്നു. വേദനയും തണുപ്പും നിറഞ്ഞ ആ വിളി അവന്റെ ആത്മാവിനെ പിടിച്ചുലച്ചു. അവൻ കാടിന്റെ ഇരുട്ടിലേക്ക് ഓടി. മഞ്ഞു പുതഞ്ഞുകിടക്കുന്ന മരങ്ങൾക്കിടയിലൂടെ അവൻ വിളിച്ചു ചോദിച്ചു, മകനെ, നീ എവിടെയാണ്? അല്പം ദൂരെ നിന്ന് വീണ്ടും ആ ശബ്ദം കേട്ടു. ഇവിടെ, ഈ വലിയ പൈൻമരത്തിനു പിന്നിൽ. എനിക്ക് വല്ലാതെ തണുക്കുന്നു അച്ഛാ. ആ ശബ്ദം പതുക്കെ മാറുകയായിരുന്നു. ഓരോ തവണയും അത് കൂടുതൽ ദൂരേക്ക് മാറിക്കൊണ്ടിരുന്നു. അവൻ കാടിന്റെ ആഴങ്ങളിലേക്ക്, വെളിച്ചമില്ലാത്ത ഇടങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. ഒടുവിൽ കാടിന്റെ ഏറ്റവും ഇരുണ്ട ഒരു മൂലയിൽ അവനെത്തി. അവിടെ മഞ്ഞ് വല്ലാതെ ഉയർന്നു കിടന്നിരുന്നു. ഒരു നിഴൽ അവിടെ അനങ്ങുന്നതവൻ കണ്ടു. മകനെ, അവൻ പതുക്കെ അങ്ങോട്ട് ചെന്നു. പക്ഷേ ആ നിഴൽ പതുക്കെ നിവർന്നു നിന്നു. അതൊരു കുട്ടിയായിരുന്നില്ല. അസ്വാഭാവികമായ ഉയരമുള്ള മെലിഞ്ഞുണങ്ങിയ ഒരു രൂപം. അതിന്റെ തല മരക്കൊമ്പുകൾക്കിടയിലായിരുന്നു. ആ സത്വം പതുക്കെ തിരിഞ്ഞു നോക്കി. ആ മനുഷ്യൻ ഭയന്നു വിറച്ചുപോയി. അവന്റെ മകന്റെ ശബ്ദം പുറപ്പെടുവിച്ചത് ആ ഭീകര രൂപമായിരുന്നു. വെണ്ടിഗോയുടെ നീലക്കണ്ണുകൾ ആ ഇരുട്ടിൽ തീക്കട്ടകൾ പോലെ തിളങ്ങി. അവൻ അലറാൻ ശ്രമിച്ചു, പക്ഷെ തണുപ്പ് അവന്റെ ശബ്ദത്തെ മരവിപ്പിച്ചു കളഞ്ഞു. ആ സത്വം തന്റെ നീളമുള്ള വിരലുകൾ കൊണ്ട് അവന്റെ വായി പൊത്തിപ്പിടിച്ചു. ആ വിരലുകൾക്ക് കല്ലിനേക്കാൾ കടുപ്പവും ഐസിനേക്കാൾ തണുപ്പുമായിരുന്നു. ഒരു വാക്കുപോലും പുറത്തു പറയാൻ അനുവദിക്കാതെ ആ കാട് മറ്റൊരു ജീവനെ കൂടി വിഴുങ്ങി. നായാട്ടുകാരന്റെ കൂടെ വന്നവർ ദൂരെ നിന്നു. ആ കാട്ടിൽ പെട്ടെന്നൊരു നിശബ്ദത പടർന്നു. അവർ വിളിച്ചു ചോദിച്ചു, പക്ഷെ മറുപടി വന്നില്ല. കാറ്റിന്റെ ഒരു വലിയ ചുഴി അവരെ കടന്നുപോയി. ആ കാറ്റിൽ അവർ കേട്ടത് തന്റെ സുഹൃത്തിന്റെ ശബ്ദമായിരുന്നു. പക്ഷെ അതൊരു നിലവിളിയായിരുന്നില്ല, മറിച്ചൊരു പരിഹാസ ചിരിയായിരുന്നു. അവർ ഭയന്ന് ഗ്രാമത്തിലേക്ക് ഓടി. അന്നാണ് ഗ്രാമവാസികൾ ആ പുതിയ സത്യം തിരിച്ചറിഞ്ഞത്. ആ കാട്ടിൽ മഞ്ഞു മാത്രമല്ല ഉള്ളത്, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ശബ്ദത്തിൽ നമ്മളെ വിളിക്കുന്നൊരു സത്വമുണ്ട്. ദിവസങ്ങൾ കടന്നുപോകുന്തോറും വെണ്ടിഗോ കൂടുതൽ കരുത്തനായി മാറി. ഓരോ ജീവൻ എടുക്കുമ്പോഴും അതിന്റെ വലുപ്പം കൂടിക്കൊണ്ടിരുന്നു. പക്ഷേ ആ വിശപ്പ് അതൊരിക്കലും മാറിയില്ല. അത് വനത്തിന്റെ ഓരോ മൂലയിലും തന്റെ വിദ്യകൾ പയറ്റി. ഒരിക്കൽ ഒരു സഹോദരിയെ അവളുടെ സഹോദരന്റെ ശബ്ദത്തിൽ വിളിച്ചു. മറ്റൊരിക്കൽ ഒരു വയസ്സായ അമ്മയെ അവളുടെ മകളുടെ ശബ്ദത്തിൽ വിളിച്ചു. ആരും ആ വിളിയിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. മനുഷ്യരുടെ സ്നേഹമാണ് അവരുടെ ഏറ്റവും വലിയ ബലഹീനത എന്ന് ആ സത്വം തിരിച്ചറിഞ്ഞു. ആ സ്നേഹത്തെയാണ് അത് ഇരയാക്കിയത്. കാടിപ്പോൾ ഒരു ചതിക്കുഴിയായി മാറി. രാത്രിയായാൽ ആരും സംസാരിക്കാൻ ഭയപ്പെട്ടു. ആരെങ്കിലും വിളിച്ചാൽ പോലും അവർ മറുപടി നൽകിയില്ല. പക്ഷെ വെണ്ടിഗോയ്ക്ക് ക്ഷമയുണ്ടായിരുന്നു. അത് മണിക്കൂറുകളോളം, ദിവസങ്ങളോളം മരങ്ങൾക്കിടയിൽ നിശ്ചലമായി നിൽക്കും. ഒരു മരക്കൊമ്പാണെന്നോ അല്ലെങ്കിൽ ഒരു നിഴലാണെന്നോ തോന്നിപ്പിക്കുന്ന വിധത്തിൽ അത് കാത്തിരിക്കും. ആ സത്വത്തിന്റെ തൊലിപ്പുറത്ത് ഇപ്പോൾ പായലുകളും മഞ്ഞുകെട്ടകളും പറ്റിപ്പിടിച്ചിരുന്നു. അത് കാടിന്റെ തന്നെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. അതിന് കാറ്റിന്റെ ഗതി മാറ്റാൻ കഴിയുമായിരുന്നു. അതിന് മൃഗങ്ങളെ ഭയപ്പെടുത്തി മനുഷ്യരുടെ അടുത്തേക്ക് ഓടിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അതിന്റെ കണ്ണുകൾ എപ്പോഴും തേടിക്കൊണ്ടിരുന്നത് ആ പഴയ താവളമായിരുന്നു. താൻ ജനിച്ച, താൻ സ്നേഹിക്കപ്പെട്ട ആ ചെറിയ ഗ്രാമം. വെണ്ടിഗോ പതുക്കെ തന്റെ യാത്രയുടെ ദിശ മാറ്റി. മരങ്ങൾക്കിടയിലൂടെയുള്ള ആ ഭീകരമായ നടത്തം ഇപ്പോൾ തന്റെ പഴയ വീടിന് നേരെയാണ്. സ്നേഹത്തിന്റെ ഓർമ്മകൾ കൊണ്ടല്ല അത് പോകുന്നത്, മറിച്ച് ആ ഗ്രാമത്തിലെ ഓരോ ഹൃദയമിടിപ്പും തന്റെ വിശപ്പടക്കാനുള്ളതാണെന്ന ക്രൂരമായ ബോധ്യത്തോടെയാണ്. അവൻ ഓരോ ചുവട് വയ്ക്കുമ്പോഴും ആ കാട്ടിലെ മഞ്ഞുവീഴ്ചയുടെ ശക്തി കൂടി വന്നു. ആകാശം വീണ്ടും കറുത്തു. ദൂരെ മരങ്ങൾക്കിടയിലൂടെ ഗ്രാമത്തിലെ വീടുകളുടെ ചെറിയ വെളിച്ചങ്ങൾ കണ്ടു തുടങ്ങി. ആ വെളിച്ചം കണ്ടപ്പോൾ സത്വത്തിന്റെ ഉള്ളിലെ വിശപ്പ് ഒരു കടൽ പോലെ ഇരമ്പി. അവിടെയുള്ള ഓരോ മനുഷ്യനും ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് തങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ശബ്ദമായിരിക്കും. പക്ഷേ ആ ശബ്ദത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് മരണത്തിന്റെ കൂർത്ത നഖങ്ങളാണെന്നവർ അറിഞ്ഞില്ല. കാറ്റ് ഗ്രാമത്തിലേക്ക് വീശി. ആ കാറ്റിൽ ആരോ പതുക്കെ മന്ത്രിച്ചു, ഞാൻ തിരികെ വന്നിരിക്കുന്നു, എനിക്ക് വിശക്കുന്നു. ഗ്രാമത്തിലെ ഒരു ജനൽപ്പാളി കാറ്റിൽ പതുക്കെ തുറന്നു. അകത്തൊരു വിളക്കണഞ്ഞു. ഇരുട്ടിൽ വെണ്ടിഗോയുടെ നീലക്കണ്ണുകൾ തെളിഞ്ഞു വന്നു. രാത്രിയുടെ യാമങ്ങൾ പകുതിയോളം പിന്നിട്ടിരിക്കുന്നു. ആ ചെറിയ ഗ്രാമം ഇപ്പോൾ മഞ്ഞിന്റെ അഗാധമായൊരു ശവക്കല്ലറ പോലെ നിശബ്ദമാണ്. ഓരോ തടിവീടിന്റെയും ചിമ്മിനികളിൽ നിന്ന് പുറത്തേക്ക് വന്നിരുന്ന പുക പതുക്കെ നിലച്ചു തുടങ്ങിയിരിക്കുന്നു. വിറക് ശേഖരം തീർന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ എല്ലാവരും ഉറക്കത്തിന്റെ ഏതോ ഇരുണ്ട താഴ്വരകളിലേക്ക് വഴുതി വീണതുകൊണ്ടാവാം. പുറത്ത് കാറ്റ് വീശുന്നുണ്ടെങ്കിലും അതിന് പഴയ ആ അലർച്ചയില്ലായിരുന്നു. മറിച്ച്
അതൊരു പതുക്കെയുള്ള തേങ്ങൽ പോലെ തോന്നി. മരങ്ങൾക്കിടയിലൂടെ നീങ്ങുന്ന കാറ്റ് പൈൻ ഇലകളെ തൊടുമ്പോഴുണ്ടാകുന്ന ശബ്ദം ആരോ രഹസ്യം മന്ത്രിക്കുന്നത് പോലെ ഗ്രാമത്തിലെ തെരുവുകളിൽ മുഴങ്ങിക്കേട്ടു. വെളുത്ത മഞ്ഞ് മുറ്റങ്ങളിൽ അടിഞ്ഞുകൂടി വീടുകളുടെ വാതിലുകളെ പകുതിയോളം മറച്ചു കഴിഞ്ഞിരുന്നു. ഈ ശാന്തതയ്ക്കുള്ളിൽ വരാനിരിക്കുന്ന ഒരു വലിയ ഭയത്തിന്റെ വിത്തുകൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഗ്രാമത്തിന്റെ അതിർത്തിയിലുള്ള ഇരുണ്ട വനത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു നിഴൽ പതുക്കെ പുറത്തേക്ക് നീങ്ങി. അത് മരങ്ങളേക്കാൾ ഉയരമുള്ളതായിരുന്നു. എന്നാൽ കാട്ടിലാടുന്ന ഒരു ഉണങ്ങിയ ശിഖരം പോലെ അത് മെലിഞ്ഞിരുന്നു. വെണ്ടിഗോ, ആ മഹാസത്വം ഇപ്പോൾ തന്റെ പഴയ തട്ടകത്തിൽ തിരിച്ചെത്തിയിരിക്കുന്നു. അത് ഗ്രാമത്തെ ചുറ്റിപ്പറ്റിയുള്ള മഞ്ഞുമതിലിനരികിൽ നിശ്ചലമായി നിന്നു. അതിന്റെ നീലക്കണ്ണുകൾ ഓരോ വീടിനെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചു. തന്റെ പട്ടിണി നിറഞ്ഞ ദിവസങ്ങളിൽ ഏത് വാതിലിനു പിന്നിലാണ് താൻ ചൂടുപിടിച്ചിരുന്നതെന്നും എവിടെയാണ് താൻ സ്നേഹിക്കപ്പെട്ടതെന്നും ആ സത്വത്തിന്റെ ഉള്ളിലെ ഏതോ ഒരു മൂലയിൽ മറഞ്ഞുകിടന്ന ഓർമ്മകൾ അതിനു പറഞ്ഞുകൊടുത്തു. പക്ഷേ ആ ഓർമ്മകൾ അതിന് സ്നേഹമല്ല നൽകിയത്, മറിച്ച് അടങ്ങാത്ത വിശപ്പിന്റെ ആഴം കൂട്ടുക മാത്രമാണ് ചെയ്തത്. അത് പതുക്കെ ഓരോ വീടിനരികിലൂടെയും നടന്നു. അതിന്റെ ചുവടുകൾ മഞ്ഞിൽ ഒരു ശബ്ദവും ഉണ്ടാക്കിയില്ല. പക്ഷേ അത് കടന്നുപോകുന്നിടത്തെല്ലാം തണുപ്പ് 10 ഇരട്ടിയായി വർദ്ധിച്ചു. ജനൽ ചില്ലുകളിൽ മഞ്ഞുകട്ടകൾ പതുക്കെ വിള്ളലുകൾ ഉണ്ടാക്കി. വീടുകൾക്കുള്ളിൽ സുഖമായി ഉറങ്ങിക്കിടന്നിരുന്നവർ സ്വപ്നത്തിൽ പോലും ആ തണുത്ത സാന്നിധ്യം അറിഞ്ഞു. ചിലർ തണുപ്പ് സഹിക്കാനാവാതെ പുതപ്പുകൾക്കുള്ളിലേക്ക് കൂടുതൽ ചുരുണ്ടുകൂടി. എന്നാൽ ആ ഗ്രാമത്തിലെ ഏറ്റവും പഴയ ഒരു തടിവീടിന് മുന്നിലെത്തിയപ്പോൾ വെണ്ടിഗോ നിന്നു. അത് തന്റെ പഴയ സുഹൃത്തിന്റെ, തന്റെ പ്രിയപ്പെട്ടവന്റെ വീടായിരുന്നു. ആ സത്വം പതുക്കെ തന്റെ നീളമുള്ള കൈകൾ ഉയർത്തി ആ വീടിന്റെ ഭിത്തിയിൽ തൊട്ടു. ആ സ്പർശനത്തിൽ മരപ്പലകകൾ മരവിച്ച് കല്ലുപോലെയായി. പെട്ടെന്ന് ആ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ടൊരു ശബ്ദമുയർന്നു. അതൊരു മൃഗത്തിന്റെ അലർച്ചയായിരുന്നില്ല, അതൊരു മനുഷ്യന്റെ ശബ്ദമായിരുന്നു. അതും സ്നേഹം തുളുമ്പുന്ന നിഷ്കളങ്കമായൊരു കൊച്ചുകുട്ടിയുടെ ശബ്ദം. അച്ഛാ, വാതിൽ തുറക്കൂ, എനിക്ക് വല്ലാതെ തണുക്കുന്നു, പുറത്തു വലിയ കാറ്റാണ്. ആ വിളി ആ തടിവീടിനുള്ളിൽ പ്രതിധ്വനിച്ചു. അകത്തുറങ്ങിക്കിടന്നിരുന്ന ഒരു മനുഷ്യൻ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. മാസങ്ങൾക്ക് മുമ്പ് കാട്ടിൽ കാണാതായ, മരണപ്പെട്ടു എന്നെല്ലാവരും ഉറപ്പിച്ച ആ കൊച്ചു ബാലന്റെ ശബ്ദമായിരുന്നു അത്. ആ മനുഷ്യന്റെ ഹൃദയം വേഗത്തിൽ ഇടിക്കാൻ തുടങ്ങി. കണ്ണുനീർ അവന്റെ കാഴ്ചയെ മറച്ചു. മകനെ, നീയാണോ? അവൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. പുറത്തുനിന്ന് വീണ്ടും ആ വിളി കേട്ടു. അച്ഛാ, എനിക്ക് വിശക്കുന്നു, എന്നെ ഉള്ളിലേക്ക് കയറ്റു, ഞാൻ ഒരുപാട് ദൂരം നടന്നു, എന്റെ കൈകാലുകൾ മരവിക്കുന്നു. ആ ശബ്ദത്തിൽ പഴയ കുറുമ്പും വേദനയും എല്ലാം കൃത്യമായി അടങ്ങിയിരുന്നു. വെണ്ടിഗോ തന്റെ ആത്മാവിൽ നിന്ന് ആ ശബ്ദത്തെ വേർതിരിച്ചെടുക്കുകയായിരുന്നു. അത് വെറുമൊരു ശബ്ദമായിരുന്നില്ല, അതൊരു മായയായിരുന്നു. ആ മനുഷ്യൻ തന്റെ ഭാര്യയെ വിളിച്ചുണർത്തി. നോക്കൂ, അവൻ വന്നിരിക്കുന്നു, നമ്മുടെ മകൻ തിരിച്ചെത്തിയിരിക്കുന്നു. ആ സ്ത്രീയും ആ വിളി കേട്ടു. അവരുടെ ഉള്ളിലെ മാതൃത്വം യുക്തിയെ മറികടന്നു. അവർ വാതിലിന്റെ അരികിലേക്ക് ഓടി. പക്ഷേ അവർ വാതിൽ തുറക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഗ്രാമത്തിലെ മറ്റൊരു വീട്ടിൽ നിന്നൊരു വയോധികൻ പുറത്തേക്ക് നോക്കി. ആ ഗ്രാമത്തിലെ ഏറ്റവും പ്രായം ചെന്ന, കാടിന്റെ രഹസ്യങ്ങൾ അറിയാവുന്ന ആ വൃദ്ധൻ തന്റെ ജനലിലൂടെ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. അയാൾ കണ്ടതൊരു കുട്ടിയെയല്ല, മറിച്ച് വീടിന്റെ മേൽക്കൂരയോളം ഉയരമുള്ള മെലിഞ്ഞുണങ്ങിയ ഒരു ഭീകര രൂപത്തെയാണ്. ആ സത്വം കുനിഞ്ഞു നിന്ന് ആ മനുഷ്യന്റെ വീടിന്റെ വിടവിലൂടെ സംസാരിക്കുന്നത് അയാൾ കണ്ടു. അതിന്റെ നീല കണ്ണുകൾ ഇര കാത്തിരിക്കുന്ന ചെന്നായുടേതുപോലെ തിളങ്ങുന്നു. വേണ്ട, വാതിൽ തുറക്കരുത്, അത് നിങ്ങളുടെ മകനല്ല, ആ വൃദ്ധൻ തന്റെ വീട്ടിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. പക്ഷേ ആ കാറ്റിൽ ആ ശബ്ദം അലിഞ്ഞുപോയി. വാതിലിനു പിന്നിൽ ആ ദമ്പതികൾ വിറച്ചുകൊണ്ടു നിന്നു. പുറത്തുനിന്ന് വീണ്ടും ആ വിളി കേട്ടു. ഇത്തവണ അതൊരു കരച്ചിലായി മാറി. എന്താണ് നിങ്ങൾ വാതിൽ തുറക്കാത്തത്? എനിക്ക് പേടിയാകുന്നു. ആ കാട്ടിലെ സത്വം എന്നെ പിടിക്കാൻ വരുന്നു. അച്ഛാ, അമ്മേ, ഒന്ന് തുറക്കൂ, ഞാൻ ഒരുപാട് ദൂരം നടന്നു, എന്റെ കൈകാലുകൾ മരവിക്കുന്നു. ആ ശബ്ദത്തിൽ ആ പഴയ കുറുമ്പും വേദനയും എല്ലാം കൃത്യമായി അടങ്ങിയിരുന്നു. വെണ്ടിഗോ തന്റെ ആത്മാവിൽ നിന്ന് ആ ശബ്ദത്തെ വേർതിരിച്ചെടുക്കുകയായിരുന്നു. അത് വെറുമൊരു ശബ്ദമായിരുന്നില്ല, അതൊരു മായയായിരുന്നു. ആ മനുഷ്യൻ തന്റെ ഭാര്യയെ വിളിച്ചുണർത്തി. നോക്കൂ, അവൻ വന്നിരിക്കുന്നു, നമ്മുടെ മകൻ തിരിച്ചെത്തിയിരിക്കുന്നു. ആ സ്ത്രീയും ആ വിളി കേട്ടു. അവരുടെ ഉള്ളിലെ മാതൃത്വം യുക്തിയെ മറികടന്നു. അവർ വാതിലിന്റെ അരികിലേക്ക് ഓടി. പക്ഷേ അവർ വാതിൽ തുറക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഗ്രാമത്തിലെ മറ്റൊരു വീട്ടിൽ നിന്നൊരു വയോധികൻ പുറത്തേക്ക് നോക്കി. ആ ഗ്രാമത്തിലെ ഏറ്റവും പ്രായം ചെന്ന, കാടിന്റെ രഹസ്യങ്ങൾ അറിയാവുന്ന ആ വൃദ്ധൻ തന്റെ ജനലിലൂടെ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. അയാൾ കണ്ടതൊരു കുട്ടിയെയല്ല, മറിച്ച് വീടിന്റെ മേൽക്കൂരയോളം ഉയരമുള്ള മെലിഞ്ഞുണങ്ങിയ ഒരു ഭീകര രൂപത്തെയാണ്.
ആ സത്വം കുനിഞ്ഞു നിന്ന് ആ മനുഷ്യന്റെ വീടിന്റെ വിടവിലൂടെ സംസാരിക്കുന്നത് അയാൾ കണ്ടു. അതിന്റെ നീലക്കണ്ണുകൾ ഇര കാത്തിരിക്കുന്ന ചെന്നായുടേതുപോലെ തിളങ്ങുന്നു. വേണ്ട, വാതിൽ തുറക്കരുത്, അത് നിങ്ങളുടെ മകനല്ല, ആ വൃദ്ധൻ തന്റെ വീട്ടിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. പക്ഷേ ആ കാറ്റിൽ ആ ശബ്ദം അലിഞ്ഞുപോയി. വാതിലിനു പിന്നിൽ ആ ദമ്പതികൾ വിറച്ചുകൊണ്ടു നിന്നു. പുറത്തുനിന്ന് വീണ്ടും ആ വിളി കേട്ടു. ഇത്തവണ അതൊരു കരച്ചിലായി മാറി. എന്താണ് നിങ്ങൾ വാതിൽ തുറക്കാത്തത്? എനിക്ക് പേടിയാകുന്നു. ആ കാട്ടിലെ സത്വം എന്നെ പിടിക്കാൻ വരുന്നു. അച്ഛാ, അമ്മേ, ഒന്ന് തുറക്കൂ. ഞാൻ ഒരുപാട് ദൂരം നടന്നു. എന്റെ കൈകാലുകൾ മരവിക്കുന്നു. ആ ശബ്ദത്തിൽ ആ പഴയ കുറുമ്പും വേദനയും എല്ലാം കൃത്യമായി അടങ്ങിയിരുന്നു. വെണ്ടിഗോ തന്റെ ആത്മാവിൽ നിന്ന് ആ ശബ്ദത്തെ വേർതിരിച്ചെടുക്കുകയായിരുന്നു. അത് വെറുമൊരു ശബ്ദമായിരുന്നില്ല, അതൊരു മായയായിരുന്നു. ആ മനുഷ്യൻ തന്റെ ഭാര്യയെ വിളിച്ചുണർത്തി. നോക്കൂ, അവൻ വന്നിരിക്കുന്നു, നമ്മുടെ മകൻ തിരിച്ചെത്തിയിരിക്കുന്നു. ആ സ്ത്രീയും ആ വിളി കേട്ടു. അവരുടെ ഉള്ളിലെ മാതൃത്വം യുക്തിയെ മറികടന്നു. അവർ വാതിലിന്റെ അരികിലേക്ക് ഓടി. പക്ഷേ അവർ വാതിൽ തുറക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഗ്രാമത്തിലെ മറ്റൊരു വീട്ടിൽ നിന്നൊരു വയോധികൻ പുറത്തേക്ക് നോക്കി. ആ ഗ്രാമത്തിലെ ഏറ്റവും പ്രായം ചെന്ന കാടിന്റെ രഹസ്യങ്ങൾ അറിയാവുന്ന ആ വൃദ്ധൻ തന്റെ ജനലിലൂടെ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. അയാൾ കണ്ടതൊരു കുട്ടിയെയല്ല, മറിച്ച് വീടിന്റെ മേൽക്കൂരയോളം ഉയരമുള്ള മെലിഞ്ഞുണങ്ങിയ ഒരു ഭീകര രൂപത്തെയാണ്. ആ സത്വം കുനിഞ്ഞു നിന്ന് ആ മനുഷ്യന്റെ വീടിന്റെ വിടവിലൂടെ സംസാരിക്കുന്നത് അയാൾ കണ്ടു. അതിന്റെ നീല കണ്ണുകൾ ഇര കാത്തിരിക്കുന്ന ചെന്നായുടേതുപോലെ തിളങ്ങുന്നു. വേണ്ട, വാതിൽ തുറക്കരുത്, അത് നിങ്ങളുടെ മകനല്ല, ആ വൃദ്ധൻ തന്റെ വീട്ടിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. പക്ഷേ ആ കാറ്റിൽ ആ ശബ്ദം അലിഞ്ഞുപോയി. വാതിലിന് പിന്നിൽ ആ ദമ്പതികൾ വിറച്ചുകൊണ്ടു നിന്നു. പുറത്തുനിന്ന് വീണ്ടും ആ വിളി കേട്ടു. ഇത്തവണ അതൊരു കരച്ചിലായി മാറി. എന്താണ് നിങ്ങൾ വാതിൽ തുറക്കാത്തത്? എനിക്ക് പേടിയാകുന്നു. ആ കാട്ടിലെ സത്വം എന്നെ പിടിക്കാൻ വരുന്നു. അച്ഛാ, അമ്മേ, ഒന്ന് തുറക്കൂ. ഞാൻ ഒരുപാട് ദൂരം നടന്നു. എന്റെ കൈകാലുകൾ മരവിക്കുന്നു. ആ ശബ്ദത്തിൽ ആ പഴയ കുറുമ്പും വേദനയും എല്ലാം കൃത്യമായി അടങ്ങിയിരുന്നു. വെണ്ടിഗോ തന്റെ ആത്മാവിൽ നിന്ന് ആ ശബ്ദത്തെ വേർതിരിച്ചെടുക്കുകയായിരുന്നു. അത് വെറുമൊരു ശബ്ദമായിരുന്നില്ല, അതൊരു മായയായിരുന്നു. ആ മനുഷ്യൻ തന്റെ ഭാര്യയെ വിളിച്ചുണർത്തി. നോക്കൂ, അവൻ വന്നിരിക്കുന്നു, നമ്മുടെ മകൻ തിരിച്ചെത്തിയിരിക്കുന്നു. ആ സ്ത്രീയും ആ വിളി കേട്ടു. അവരുടെ ഉള്ളിലെ മാതൃത്വം യുക്തിയെ മറികടന്നു. അവർ വാതിലിന്റെ അരികിലേക്ക് ഓടി. പക്ഷേ അവർ വാതിൽ തുറക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഗ്രാമത്തിലെ മറ്റൊരു വീട്ടിൽ നിന്നൊരു വയോധികൻ പുറത്തേക്ക് നോക്കി. ആ ഗ്രാമത്തിലെ ഏറ്റവും പ്രായം ചെന്ന കാടിന്റെ രഹസ്യങ്ങൾ അറിയാവുന്ന ആ വൃദ്ധൻ തന്റെ ജനലിലൂടെ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. അയാൾ കണ്ടതൊരു കുട്ടിയെയല്ല, മറിച്ച് വീടിന്റെ മേൽക്കൂരയോളം ഉയരമുള്ള മെലിഞ്ഞുണങ്ങിയ ഒരു ഭീകര രൂപത്തെയാണ്. ആ സത്വം കുനിഞ്ഞു നിന്ന് ആ മനുഷ്യന്റെ വീടിന്റെ വിടവിലൂടെ സംസാരിക്കുന്നത് അയാൾ കണ്ടു. അതിന്റെ നീല കണ്ണുകൾ ഇര കാത്തിരിക്കുന്ന ചെന്നായുടേതുപോലെ തിളങ്ങുന്നു. വേണ്ട, വാതിൽ തുറക്കരുത്, അത് നിങ്ങളുടെ മകനല്ല, ആ വൃദ്ധൻ തന്റെ വീട്ടിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. പക്ഷേ ആ കാറ്റിൽ ആ ശബ്ദം അലിഞ്ഞുപോയി. വാതിലിനു പിന്നിൽ ആ ദമ്പതികൾ വിറച്ചുകൊണ്ടു നിന്നു. പുറത്തുനിന്ന് വീണ്ടും ആ വിളി കേട്ടു. ഇത്തര അതൊരു കരച്ചിലായി മാറി. എന്താണ് നിങ്ങൾ വാതിൽ തുറക്കാത്തത്? എനിക്ക് പേടിയാകുന്നു. ആ കാട്ടിലെ സത്വം എന്നെ പിടിക്കാൻ വരുന്നു. അച്ഛാ, അമ്മേ, ഒന്ന് തുറക്കൂ. ഞാൻ ഒരുപാട് ദൂരം നടന്നു. എന്റെ കൈകാലുകൾ മരവിക്കുന്നു. ആ ശബ്ദത്തിൽ ആ പഴയ കുറുമ്പും വേദനയും എല്ലാം കൃത്യമായി അടങ്ങിയിരുന്നു. വെണ്ടിഗോ തന്റെ ആത്മാവിൽ നിന്ന് ആ ശബ്ദത്തെ വേർതിരിച്ചെടുക്കുകയായിരുന്നു. അത് വെറുമൊരു ശബ്ദമായിരുന്നില്ല, അതൊരു മായയായിരുന്നു. ആ മനുഷ്യൻ തന്റെ ഭാര്യയെ വിളിച്ചുണർത്തി. നോക്കൂ, അവൻ വന്നിരിക്കുന്നു, നമ്മുടെ മകൻ തിരിച്ചെത്തിയിരിക്കുന്നു. ആ സ്ത്രീയും ആ വിളി കേട്ടു. അവരുടെ ഉള്ളിലെ മാതൃത്വം യുക്തിയെ മറികടന്നു. അവർ വാതിലിന്റെ അരികിലേക്ക് ഓടി. പക്ഷേ അവർ വാതിൽ തുറക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഗ്രാമത്തിലെ മറ്റൊരു വീട്ടിൽ നിന്നൊരു വയോധികൻ പുറത്തേക്ക് നോക്കി. ആ ഗ്രാമത്തിലെ ഏറ്റവും പ്രായം ചെന്ന കാടിന്റെ രഹസ്യങ്ങൾ അറിയാവുന്ന ആ വൃദ്ധൻ തന്റെ ജനലിലൂടെ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. അയാൾ കണ്ടതൊരു കുട്ടിയെയല്ല, മറിച്ച് വീടിന്റെ മേൽക്കൂരയോളം ഉയരമുള്ള മെലിഞ്ഞുണങ്ങിയ ഒരു ഭീകര രൂപത്തെയാണ്. ആ സത്വം കുനിഞ്ഞു നിന്ന് ആ മനുഷ്യന്റെ വീടിന്റെ വിടവിലൂടെ സംസാരിക്കുന്നത് അയാൾ കണ്ടു. അതിന്റെ നീല കണ്ണുകൾ ഇര കാത്തിരിക്കുന്ന ചെന്നായുടേതുപോലെ തിളങ്ങുന്നു. വേണ്ട, വാതിൽ തുറക്കരുത്, അത് നിങ്ങളുടെ മകനല്ല, ആ വൃദ്ധൻ തന്റെ വീട്ടിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. പക്ഷേ ആ കാറ്റിൽ ആ ശബ്ദം അലിഞ്ഞുപോയി. വാതിലിന് പിന്നിൽ ആ ദമ്പതികൾ വിറച്ചുകൊണ്ടു നിന്നു. പുറത്തുനിന്ന് വീണ്ടും ആ വിളി കേട്ടു. ഇത്തവണ അതൊരു കരച്ചിലായി മാറി. എന്താണ് നിങ്ങൾ വാതിൽ തുറക്കാത്തത്? എനിക്ക് പേടിയാകുന്നു. ആ കാട്ടിലെ സത്വം എന്നെ പിടിക്കാൻ വരുന്നു. അച്ഛാ, അമ്മേ, ഒന്ന് തുറക്കൂ. ഞാൻ ഒരുപാട് ദൂരം നടന്നു. എന്റെ കൈകാലുകൾ മരവിക്കുന്നു. ആ ശബ്ദത്തിൽ
ആ പഴയ കുറുമ്പും വേദനയും എല്ലാം കൃത്യമായി അടങ്ങിയിരുന്നു. വെൻഡിഗോ തന്റെ ആത്മാവിൽ നിന്ന് ആ ശബ്ദത്തെ വേർതിരിച്ചെടുക്കുകയായിരുന്നു. അത് വെറുമൊരു ശബ്ദമായിരുന്നില്ല, അതൊരു മായയായിരുന്നു. ആ മനുഷ്യൻ തന്റെ ഭാര്യയെ വിളിച്ചുണർത്തി. നോക്കൂ, അവൻ വന്നിരിക്കുന്നു, നമ്മുടെ മകൻ തിരിച്ചെത്തിയിരിക്കുന്നു. ആ സ്ത്രീയും ആ വിളി കേട്ടു. അവരുടെ ഉള്ളിലെ മാതൃത്വം യുക്തിയെ മറികടന്നു. അവർ വാതിലിന്റെ അരികിലേക്ക് ഓടി. പക്ഷേ അവർ വാതിൽ തുറക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഗ്രാമത്തിലെ മറ്റൊരു വീട്ടിൽ നിന്നൊരു വയോധികൻ പുറത്തേക്ക് നോക്കി. ആ ഗ്രാമത്തിലെ ആ രാത്രിയുടെ യാമങ്ങൾ നീണ്ടുപോയി. ഗ്രാമത്തിലെ ഓരോ തടിവീടിനുള്ളിലും ഭയമൊരു കനത്ത പുതപ്പുപോലെ ആളുകളെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരുന്നു. ആ വലിയ നായാട്ടുകാരൻ തന്റെ പ്രിയപ്പെട്ടവരുടെ ശബ്ദത്തിൽ ഓരോ വാതിലിലും വന്ന് മുട്ടുന്നത് അവർക്ക് കേൾക്കാമായിരുന്നു. എന്നാൽ പുറത്തു നിൽക്കുന്നത് തങ്ങളുടെ പഴയ സുഹൃത്തല്ലെന്നും മറിച്ച് വിശപ്പിന്റെ ഭീകര രൂപമാണെന്നും അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. തണുപ്പ് അസ്ഥികളെ തുളച്ചുകയറുന്ന ആ രാത്രിയിൽ ഗ്രാമത്തിലെ വീടുകളിൽ തീക്കുണ്ടങ്ങൾ പതുക്കെ അണഞ്ഞു തുടങ്ങിയിരുന്നു. ആരും വിറക് ശേഖരിക്കാൻ പുറത്തിറങ്ങാൻ ധൈര്യപ്പെട്ടില്ല. കട്ടികൂടിയ മൂടൽമഞ്ഞ് ജനലുകൾക്ക് പുറത്ത് ഒരു വെള്ള മതിൽ പോലെ ഉറച്ചുനിന്നു. അകത്ത് ഒരു കൊച്ചുകുട്ടി പേടിച്ച് കരയാൻ തുടങ്ങിയപ്പോൾ അവന്റെ അമ്മ അവന്റെ വായ തന്റെ കൈകൾ കൊണ്ട് പൊത്തിപ്പിടിച്ചു. ഒരു ചെറിയ ശബ്ദം പോലും പുറത്തെ ആ സത്വത്തെ തങ്ങളിലേക്ക് ആകർഷിക്കുമെന്ന് അവർ ഭയന്നു. ശ്വാസം വിടാൻ പോലും അവർ മടിച്ചു. ഓരോ തവണയും കാറ്റ് വീശുമ്പോൾ വീടിന്റെ മരപ്പലകകൾക്കിടയിലൂടെ തണുത്ത വായു ചൂളം വിളിച്ച് കടന്നുപോയി. ആ ശബ്ദം വെൻഡിഗോയുടെ ശ്വാസമെടുപ്പായി അവർക്ക് തോന്നി. ഗ്രാമത്തിന്റെ ഒരു മൂലയിലുള്ള ചെറിയ വീട്ടിൽ ആ പഴയ വൃദ്ധൻ കണ്ണുകൾ അടച്ചു പ്രാർത്ഥനയിലായിരുന്നു. അദ്ദേഹം തന്റെ ജീവിതകാലത്ത് കേട്ട അനേകം കഥകളിലൊന്ന് ഇപ്പോൾ കൺമുന്നിൽ സംഭവിക്കുന്നത് അദ്ദേഹം കണ്ടു. അവൻ നമ്മളെ വേട്ടയാടുകയാണ്, അദ്ദേഹം പതുക്കെ മന്ത്രിച്ചു. അവൻ നമ്മുടെ സ്നേഹത്തെയാണ് ആഹാരമാക്കുന്നത്, നമ്മുടെ ഉള്ളിലെ പേടിയാണ് അവന് കരുത്തു നൽകുന്നത്. ആ വൃദ്ധൻ തന്റെ കയ്യിലിരുന്ന പഴയ മരത്തടിയിൽ മുറുകെ പിടിച്ചു. അദ്ദേഹം അറിഞ്ഞിരുന്നു, ഈ രാത്രി അതിജീവിക്കുക എന്നത് അസാധ്യമായ ഒരു കാര്യമാണെന്ന്. വെൻഡിഗോ ഗ്രാമത്തെ ഒരു വലയത്തിലാക്കി കഴിഞ്ഞിരിക്കുന്നു. പെട്ടെന്നാണ് ആ ശബ്ദം കേട്ടത്. ഒരു വീട്ടിലെ തടിഭിത്തിയിൽ ആരോ പതുക്കെ മാന്തുന്ന ശബ്ദം. ക്രീച്ച് എന്ന ആ കഠിനമായ ശബ്ദം രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചു. അതൊരു മൃഗത്തിന്റെ നഖങ്ങളല്ലായിരുന്നു. അസ്വാഭാവികമായ നീളമുള്ള മരവിച്ച വിരലുകൾ മരപ്പലകകളിൽ ആഴ്ന്നിറങ്ങുന്ന ശബ്ദമായിരുന്നു അത്. വെൻഡിഗോ ഓരോ വീടിന്റെയും ചുവരുകൾക്ക് ചുറ്റും നടക്കുകയാണ്. അത് ഇരകളെ ഭയപ്പെടുത്താൻ ആഗ്രഹിച്ചു. ഭയം കൂടുമ്പോൾ മനുഷ്യരുടെ ഹൃദയമിടിപ്പ് കൂടുമെന്നും അത് തനിക്ക് കൂടുതൽ ആവേശം നൽകുമെന്നും ആ സത്വം തിരിച്ചറിഞ്ഞിരുന്നു. ഒരു വീട്ടിലെ ജനൽപ്പാളിയിൽ ഒരു വലിയ നിഴൽ വന്നു പതിച്ചു. ജനലിലെ മഞ്ഞുകട്ടകൾക്കിടയിലൂടെ ഒരു നീല വെളിച്ചം ഉള്ളിലേക്ക് അരിച്ചുകയറി. അതൊരു കണ്ണായിരുന്നു. മനുഷ്യൻ്റേതല്ലാത്ത തിളങ്ങുന്ന ഐസിന്റെ തണുപ്പുള്ള ഒരു വലിയ കണ്ണ്. ആ വീട്ടിലെ ദമ്പതികൾ ശ്വാസം അടക്കിപ്പിടിച്ച് തറയിൽ കിടന്നു. ആ കണ്ണ് അവരെ ഓരോരുത്തരെയും നോക്കുന്നത് അവർക്ക് അനുഭവപ്പെട്ടു. ഏതാനും ഇഞ്ച് കനമുള്ള ഒരു മരപ്പലക മാത്രമാണ് തങ്ങൾക്കും ആ പൈശാചിക രൂപത്തിനുമിടയിലുള്ളതെന്ന് അവർ വേദനയോടെ തിരിച്ചറിഞ്ഞു. വെൻഡിഗോ പതുക്കെ ഒരു ശബ്ദമുണ്ടാക്കി. അതാ വീട്ടിലെ ഗൃഹനാഥന്റെ മരിച്ചുപോയ സഹോദരന്റെ ശബ്ദമായിരുന്നു. എനിക്ക് വിശക്കുന്നു, സഹോദര, വാതിൽ തുറക്കൂ. ആ ശബ്ദം അത്രമേൽ പരിചിതമായിരുന്നു. പക്ഷേ ആ ശബ്ദത്തിൽ സ്നേഹത്തിന് പകരം ഒരുതരം ലോഹത്തിന്റെ കടുപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. രാത്രിയുടെ രണ്ടാം യാമത്തിൽ ഗ്രാമത്തിലെ തെരുവുകളിൽ വല്ലാത്തൊരു നിശബ്ദത പടർന്നു. വെൻഡിഗോ ഇപ്പോൾ വിളിക്കുന്നത് നിർത്തിയിരിക്കുന്നു. പകരം അത് ഗ്രാമത്തിന്റെ നടുവിൽ നിശ്ചലമായി നിന്നു. അതിന്റെ സാന്നിധ്യം കാരണം ആ പ്രദേശത്തെ താപനില അതിവേഗം താഴാൻ തുടങ്ങി. വീടുകൾക്കുള്ളിലെ വെള്ളം പാത്രങ്ങളിൽ തന്നെ ഉറച്ചു കല്ലായി മാറി. ആളുകളുടെ വിരലുകൾ നീലനിറമായി. ചിലർക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. തണുപ്പ് ഒരു കൊലയാളിയെപ്പോലെ അവരെ ഓരോരുത്തരെയും പിടികൂടുകയായിരുന്നു. ഗ്രാമത്തിലെ ഒരു യുവാവ് പേടി സഹിക്കാനാവാതെ തന്റെ കയ്യിലിരുന്ന പഴയ കുന്തവുമായി വാതിലിന് നടുവിലേക്ക് നീങ്ങി. അവൻ പുറത്തിറങ്ങി ആ സത്വത്തെ നേരിടാൻ തീരുമാനിച്ചു. എന്നാൽ ഗ്രാമത്തിലെ ആ വയോധികൻ തന്റെ വീട്ടിൽ നിന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു, പുറത്തിറങ്ങരുത്, അത് ചതിയാണ്, അവൻ നിന്റെ മനസ്സിനെയാണ് നിയന്ത്രിക്കുന്നത്. ആ യുവാവ് വാതിലിന്റെ പിടുത്തത്തിൽ നിന്ന് കൈവിട്ടു. അവൻ തിരിച്ചറിഞ്ഞു, പുറത്തുള്ളത് തന്റെ സുഹൃത്തല്ലെന്നും മറിച്ച് തന്റെ എല്ലാ പേടികളും ഒന്നിച്ചു ചേർന്ന ഒരു ഭീകര രൂപമാണെന്നും. മണിക്കൂറുകൾ യുഗങ്ങൾ പോലെ കടന്നുപോയി. ഒടുവിൽ കിഴക്കൻ ആകാശത്ത് ഒരു മങ്ങിയ വെളിച്ചം തെളിഞ്ഞു വന്നു. അത് സൂര്യപ്രകാശമായിരുന്നില്ല, മറിച്ച് ചാരനിറത്തിലുള്ള മേഘങ്ങൾക്കിടയിലൂടെ അരിച്ചുവന്ന ഒരു ചെറിയ പ്രകാശമായിരുന്നു. വെളിച്ചം കണ്ടതോടെ കാറ്റിന്റെ ശബ്ദം കുറഞ്ഞു. പുറത്തു കേട്ടിരുന്ന ആ അസ്വാഭാവികമായ ശബ്ദങ്ങളും പതുക്കെ നിലച്ചു. ഗ്രാമവാസികൾ പതുക്കെ കണ്ണുകൾ തുറന്നു. അവർ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു എന്ന സത്യം അവർക്ക് വിശ്വസിക്കാനായില്ല. ഏറെ നേരത്തെ കാത്തിരിപ്പിനു ശേഷം ഗ്രാമത്തിലെ ഏറ്റവും ധൈര്യശാലികളായ ഏതാനും പുരുഷന്മാർ വാതിലുകൾ പതുക്കെ തുറന്നു. അവർ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു കളഞ്ഞു.
ഗ്രാമത്തിലെ ഓരോ വീടിനും ചുറ്റും മഞ്ഞിൽ വലിയ അടയാളങ്ങളുണ്ടായിരുന്നു. അവ വെറുമൊരു മൃഗത്തിന്റെ കാൽപ്പാടുകളായിരുന്നില്ല. ഒരു മനുഷ്യന്റെ കാൽപ്പാടുകൾ പോലെ തോന്നിക്കുമെങ്കിലും അവയ്ക്ക് അസ്വാഭാവികമായ നീളമുണ്ടായിരുന്നു. ഓരോ പാദത്തിനും ഒരു വലിയ മരത്തടിയുടെ വലിപ്പമുണ്ടായിരുന്നു. കാൽപ്പാടുകൾക്കിടയിലുള്ള ദൂരം നോക്കിയാൽ ആ സത്വം ഓരോ ചുവടിലും വലിയൊരു ദൂരം ചാടിക്കടന്നതായി മനസ്സിലാക്കാം. ആ കാൽപ്പാടുകൾ ഗ്രാമത്തിലെ എല്ലാ വീടുകളെയും വലം വെച്ചിരുന്നു. ചിലയിടങ്ങളിൽ കാൽപ്പാടുകൾക്കൊപ്പം നീളമുള്ള വിരലുകൾ മഞ്ഞിൽ ആഴ്ന്നിറങ്ങുന്ന അടയാളങ്ങളുണ്ടായിരുന്നു. അതാ സത്വം കുനിഞ്ഞു നിന്ന് വീടിനുള്ളിലേക്ക് നോക്കിയതാണെന്ന് അവർക്ക് മനസ്സിലായി. ഏറ്റവും ഭയാനകമായ കാഴ്ച ആ വയോധികന്റെ വീട്ടിന് മുന്നിലായിരുന്നു. അവിടെ ആ സത്വം ഏറെ നേരം നിശ്ചലമായി നിന്നതിൻ്റെ അടയാളങ്ങളുണ്ടായിരുന്നു. അവിടുത്തെ മഞ്ഞ് പൂർണ്ണമായും കരിച്ചു നിറമായി മാറിയിരിക്കുന്നു. ബഹുപക്ഷേ ആ സത്വത്തിൽ നിന്ന് പുറപ്പെട്ട തണുപ്പ് മഞ്ഞിനെ കരിച്ചു കളഞ്ഞതാകാം. ഗ്രാമവാസികൾ ആ കാൽപ്പാടുകളെ പിന്തുടർന്നു നോക്കി. അവ ഗ്രാമത്തിന്റെ അതിർത്തി കടന്ന് ദൂരെ കാണുന്ന ആ വലിയ പർവ്വതനിരകളിലേക്ക് നീളുന്നുണ്ടായിരുന്നു. ആ സത്വം വനത്തിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു. പക്ഷേ അതെന്നേക്കുമായി പോയതല്ലെന്ന് അവർക്കറിയാമായിരുന്നു. അത് തന്റെ വിശപ്പടക്കാൻ ഇനിയും തിരികെ വരുമെന്ന സത്യം ആ ഗ്രാമത്തെ മുഴുവൻ തളർത്തിക്കളഞ്ഞു. അവൻ നമ്മളെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ആ വയോധികൻ പതുക്കെ പറഞ്ഞു, ഇനി നമുക്കിവിടെ ജീവിക്കാനാവില്ല. ഈ മണ്ണിപ്പോൾ അവൻ്റേതാണ്. അന്ന് പകൽ ആരും ഭക്ഷണം കഴിച്ചില്ല, ആരും സംസാരിച്ചില്ല. എല്ലാവരും മഞ്ഞിലേക്ക് നോക്കി നിന്നു. തങ്ങൾ സ്നേഹിച്ചിരുന്ന ആ നായാട്ടുകാരൻ എങ്ങനെ ഇത്ര വലിയൊരു ശാപമായി മാറിയെന്ന് അവർക്ക് ചിന്തിക്കാനായില്ല. ഗ്രാമത്തിലെ ഓരോ വീടിൻ്റെയും ചുവരുകളിൽ ആ നഖമുനകളുണ്ടാക്കിയ പോറലുകൾ ഇപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അവ കേവലം അടയാളങ്ങളായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിൻ്റെ മുന്നറിയിപ്പുകളായിരുന്നു. കാറ്റ് വീണ്ടും വീശാൻ തുടങ്ങി. എന്നാൽ ഇത്തവണ കാറ്റിന് പഴയ ആ തണുപ്പില്ലായിരുന്നു. പകരം അതൊരു യാത്രയയപ്പിൻ്റെ ഗാനമായിരുന്നു. ആ ഗ്രാമം ഉപേക്ഷിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഓരോരുത്തരും മനസ്സിലാക്കി. ആ സത്വത്തിൻ്റെ കണ്ണുകൾ ഇപ്പോഴും ദൂരെ നിന്ന് തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നി. മരവിച്ച ആ മഞ്ഞുകാട്ടിൽ മനുഷ്യരുടെ അധിനിവേശം അവസാനിക്കുകയായിരുന്നു. പ്രകൃതിയുടെ ഒരു വലിയ നിയമം ലംഘിക്കപ്പെട്ടപ്പോൾ ആ പ്രദേശം മുഴുവൻ ഒരു നിത്യശാപത്തിനിരയായി കഴിഞ്ഞു. ആ പ്രഭാതത്തിന് ഒരു ശവപ്പറമ്പിന്റെ മരവിപ്പായിരുന്നു. വിളറിയ ചാരനിറത്തിലുള്ള ആകാശത്ത് നിന്ന് സൂര്യൻ ഒളിഞ്ഞു നോക്കാൻ ശ്രമിച്ചെങ്കിലും ആ ഗ്രാമത്തിലെ വീടുകളിൽ നിന്ന് ഒരു തരി വെളിച്ചം പോലും പുറത്തേക്ക് വന്നില്ല. 12 മുത്തുകൾ കോർത്ത ഈ കഥയുടെ അവസാനത്തെ മുത്ത് നാം ഇവിടെ കോർക്കുകയാണ്. ഭയത്തിൻ്റെയും വിശപ്പിൻ്റെയും ആ ആഴക്കടലിൽ നിന്ന് ഈ ഇതിഹാസം അതിൻ്റെ ശാശ്വതമായ അന്ത്യത്തിലേക്ക് നീങ്ങുന്നു. ആ രാത്രിയിലെ ഭയാനകമായ അനുഭവങ്ങൾക്ക് ശേഷം ആ ചെറിയ ഗ്രാമത്തിലെ മനുഷ്യർ ഒരു സത്യം തിരിച്ചറിഞ്ഞു. തങ്ങൾ സ്നേഹിച്ചിരുന്ന ആ നായാട്ടുകാരൻ ഇനിയൊരിക്കലും മടങ്ങിവരില്ല. മറിച്ച് അവനിപ്പോൾ ഈ വനത്തിൻ്റെ തന്നെ ഭാഗമായി മാറിയിരിക്കുന്നു, ഒരു ശപിക്കപ്പെട്ട സത്വമായി. നേരം വെളുത്തപ്പോൾ ആരും പരസ്പരം സംസാരിച്ചില്ല. എല്ലാവരുടെയും കണ്ണുകളിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അവർ തങ്ങളുടെ കയ്യിൽ കിട്ടിയ ചെറിയ ഭാണ്ഡങ്ങൾ കെട്ടിപ്പൊതിഞ്ഞു. വർഷങ്ങളോളം തങ്ങളെ തണുപ്പിൽ നിന്ന് രക്ഷിച്ച ആ തടി വീടുകളെ അവർ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഓരോ വീടിൻ്റെയും വാതിൽക്കൽ അവസാനമായി ഒന്ന് തൊടുമ്പോൾ അവരുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ നായാട്ടുകാരൻ്റെ പഴയ വീടിന് മുന്നിലൂടെ അവർ നടന്നുപോയപ്പോൾ അവിടുത്തെ ഭിത്തികളിൽ കണ്ട ആ ആഴത്തിലുള്ള പോറലുകൾ അവരെ വീണ്ടും ഭയപ്പെടുത്തി. ആ പോറലുകൾ വെറുമൊരു അടയാളമായിരുന്നില്ല, മറിച്ച് നിങ്ങൾ എവിടെ പോയാലും ഞാൻ നിങ്ങളെ പിന്തുടരും എന്നൊരു മുന്നറിയിപ്പായിരുന്നു. മഞ്ഞു വീണ്ടും പെയ്യാൻ തുടങ്ങി. ഗ്രാമം വിട്ട് അവർ ദൂരേക്ക് നടന്നു നീങ്ങുമ്പോൾ ആ വലിയ തടിവീടുകൾ പതുക്കെ മഞ്ഞിനുള്ളിൽ മറയുന്നത് അവർ കണ്ടു. ചിമ്മിനികളിലെ പുക പൂർണ്ണമായും നിലച്ചു. തീക്കുണ്ടങ്ങൾ അണഞ്ഞു. ജീവന്റെ ഒരു തരി പോലും അവിടെ അവശേഷിച്ചില്ല. ആ പ്രദേശം മുഴുവൻ ഇപ്പോൾ വെൻഡിഗോ എന്ന സത്വത്തിന് മാത്രമുള്ളതായിരുന്നു. അവൻ തൻ്റെ രാജ്യം സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു. ഒരു വലിയ ശ്മശാനത്തിൻ്റെ ശാന്തത ആ ഗ്രാമത്തെ വിഴുങ്ങി. ഗ്രാമവാസികൾ പോയി കഴിഞ്ഞപ്പോൾ ആ മഹാസത്വം പതുക്കെ മരങ്ങൾക്കിടയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അതിൻ്റെ രൂപം ഇപ്പോൾ മുൻപത്തേക്കാൾ വലുതായിരിക്കുന്നു. ഓരോ തവണയും മനുഷ്യരെ ഭയപ്പെടുത്തുമ്പോഴും ഓരോ പുതിയ ജീവനെ ഇല്ലാതാക്കുമ്പോഴും അതിൻ്റെ വലിപ്പവും ശക്തിയും കൂടി വന്നു. അതാ ശൂന്യമായ ഗ്രാമത്തിലൂടെ പതുക്കെ നടന്നു. മരപ്പലകകളിൽ അതിൻ്റെ നഖങ്ങൾ ഉരകുന്ന ശബ്ദം ആ ശൂന്യതയിൽ മുഴങ്ങി. പക്ഷേ ആ സത്വത്തിനിപ്പോൾ ആ ഗ്രാമം മതിയാവുമായിരുന്നില്ല. അതിൻ്റെ വിശപ്പ് അത്രമേൽ വലുതായിരുന്നു. അവൻ പതുക്കെ തൻ്റെ തല ഉയർത്തി വടക്കോട്ട് നോക്കി. അവിടെ ആകാശത്തെ തൊട്ടുനിൽക്കുന്ന വലിയ മഞ്ഞുമലകൾ അവനെ മാടി വിളിക്കുന്നുണ്ടായിരുന്നു. മനുഷ്യവാസമില്ലാത്ത മരവിച്ച ആ മഞ്ഞുഭൂമിയിലേക്ക് അവൻ തൻ്റെ യാത്ര തുടർന്നു.
ഓരോ ചുവടിലും അവൻ കൂടുതൽ കരുത്തനായി. അവന്റെ ശരീരം ഇപ്പോൾ ഒരു മരത്തിന്റെ തൊലി പോലെ കടുപ്പമുള്ളതായിരുന്നു. അവന്റെ കണ്ണുകളിലെ നീല വെളിച്ചം പകൽ സമയത്തും തെളിഞ്ഞു നിന്നു. അവൻ നടന്ന വഴിയിലെല്ലാം ഐസ് പാളികൾ വിള്ളൽ വീണു. അവൻ ആ മലനിരകളുടെ മുകളിൽ കയറി നിന്നു. താഴെ പരന്നുകിടക്കുന്ന ആ വെളുത്ത ലോകം മുഴുവൻ അവന്റെ വേട്ടസ്ഥലമായി മാറി. അവനിപ്പോൾ വെറുമൊരു സത്വമല്ല, അവൻ ശീതകാലത്തിന്റെ തന്നെ ദൈവമാണ്. വിശപ്പിന്റെയും പട്ടിണിയുടെയും ആൾരൂപം. കാറ്റിൽ അലിഞ്ഞു ചേരാനും മഞ്ഞിൽ മറഞ്ഞു നിൽക്കാനും അവന് സാധിച്ചു. അവൻ തന്റെ കൂർത്ത നഖങ്ങൾ ആകാശത്തേക്കുയർത്തി ഒന്നുകൂടി അലറി. ആ ശബ്ദം കേട്ട് മഞ്ഞുമലകൾ ഇടിഞ്ഞു വീണു. 1000 വർഷങ്ങൾക്കായാലും ആ ശബ്ദം അവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കും. കാലങ്ങൾ കടന്നുപോയി. ആ പഴയ ഗ്രാമത്തിന്റെ അവശിഷ്ടങ്ങൾ പോലും ഇപ്പോൾ മഞ്ഞിനടിയിൽ മറഞ്ഞുകഴിഞ്ഞു. പക്ഷേ വെൻഡിഗോ എന്ന ആ പേര് മാത്രം ഇന്നും നിലനിൽക്കുന്നു. വടക്കൻ വനങ്ങളിലെ ഗോത്രവർഗക്കാർക്കിടയിൽ ഈ കഥ ഒരു വലിയ പാഠമായി തലമുറകളിലേക്ക് കൈമാറപ്പെട്ടു. ഒരു മനുഷ്യൻ തൻ്റെ ഉള്ളിലെ മൃഗീയമായ വിശപ്പിന് കീഴടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും എന്നതിൻ്റെ ഉദാഹരണമായി ആ നായാട്ടുകാരൻ്റെ കഥ മാറി. അവർ ആ സത്വത്തെ, ഒരു ദൈവത്തെ എന്ന പോലെ ഭയപ്പെട്ടു. കാട്ടിൽ പോകുമ്പോൾ അവർ ചില നിയമങ്ങൾ പാലിക്കാൻ തുടങ്ങി. ആരെങ്കിലും തൻ്റെ പേര് വിളിക്കുന്നത് കേട്ടാൽ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്. എത്ര പ്രിയപ്പെട്ടവരുടെ ശബ്ദമാണെങ്കിലും ആ വിളിക്ക് ഉത്തരം നൽകരുത്. കാരണം ആ വിളിക്കുന്നത് കാറ്റല്ല, ആ വിളിക്കുന്നത് നിങ്ങളുടെ ഓർമ്മകളല്ല, അത് വെൻഡിഗോയാണ്. അവൻ നിങ്ങളുടെ ഉള്ളിലെ സ്നേഹത്തെയും ആഗ്രഹങ്ങളെയും ഉപയോഗിച്ച് നിങ്ങളെ കെണിയിൽ വീഴ്ത്താൻ നോക്കുകയാണ്. ഈ ഇതിഹാസം പതുക്കെ ലോകമെങ്ങും പടർന്നു. മഞ്ഞു മൂടിയ ഓരോ കാട്ടിലും തണുത്ത ഓരോ രാത്രിയിലും ആ സത്വത്തിൻ്റെ സാന്നിധ്യം ആളുകൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. ആഹാരത്തിനായി അലയുന്നവർ, വഴിതെറ്റിയവർ, ഏകാന്തതയിൽ ഭ്രാന്ത് പിടിച്ചവർ, അവരെയെല്ലാം ആ നീലക്കണ്ണുകൾ ഇന്നും നിരീക്ഷിക്കുന്നുണ്ട്. ആ നായാട്ടുകാരൻ ചെയ്ത ആ വലിയ പാപം ഈ ലോകത്തിൻ്റെ ഒരു ഭാഗമായി ഇന്നും അവശേഷിക്കുന്നു. അത് വെറുമൊരു കഥയല്ല, അതൊരു മുന്നറിയിപ്പാണ്. ഇന്നും ആ വലിയ പൈൻ വനങ്ങളിൽ മഞ്ഞുവീഴ്ച കൂടുമ്പോൾ മരങ്ങൾക്കിടയിലൂടെ വിചിത്രമായ ചില ശബ്ദങ്ങൾ കേൾക്കാമെന്ന് യാത്രികർ പറയുന്നു. ചിലപ്പോൾ അതൊരു കുഞ്ഞിൻ്റെ കരച്ചിലായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശാന്തമായ വിളിയായിരിക്കാം. ആ കാറ്റിൽ ഒരുതരം മരവിച്ച ഗന്ധമുണ്ടായിരിക്കും, ഉണങ്ങിയ പുല്ലിൻ്റെയും ഐസിൻ്റെയും സമ്മിശ്രമായ ഒരു മണം. നിങ്ങൾ ആ മഞ്ഞിൽ തനിച്ചായിരിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളുടെ പേര് വിളിച്ചാൽ ഒന്നോർക്കുക, ആ വിളിക്കുന്നത് നിങ്ങളുടെ ബന്ധുക്കളാകാൻ വഴിയില്ല. ആ വിളിക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് കൂർത്ത നഖങ്ങളും മരവിച്ച ഹൃദയവുമുള്ള ആ മഹാസത്വമായിരിക്കും. അവൻ ഇന്നും വിശക്കുന്നു. അവൻ്റെ വയറ്റിലെ ആ തീ ഒരിക്കലും അണഞ്ഞിട്ടില്ല. അവൻ ഇന്നും കാത്തിരിക്കുകയാണ്, അടുത്ത ഇരയ്ക്കായി, അടുത്ത മനുഷ്യത്വത്തിൻ്റെ തകർച്ചയ്ക്കായി. കാറ്റ് വീണ്ടും ശക്തിയാകുന്നു. പുറത്തെ മഞ്ഞുവീഴ്ച കടുക്കുന്നു. നമ്മുടെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ആ കാടിൻ്റെ ഉള്ളിൽ വെൻഡിഗോ ഇന്നും നടക്കുന്നുണ്ട്. അവൻ്റെ ഓരോ ചുവടും മഞ്ഞിനെ കൂടുതൽ തണുപ്പിക്കുന്നു. അവൻ്റെ ഓരോ ശ്വാസവും ഒരു പുതിയ കൊടുങ്കാറ്റിന് ജന്മം നൽകുന്നു. അവൻ മരിച്ചിട്ടില്ല, അവൻ ഒരിക്കലും മരിക്കുകയുമില്ല. കാരണം മനുഷ്യനുള്ളിടത്തോളം കാലം അവൻ്റെ ഉള്ളിൽ വിശപ്പും ഭയവും ഉണ്ടാകും. ആ വിശപ്പും ഭയവും ഉള്ളിടത്തോളം കാലം വെൻഡിഗോ എന്ന ഈ മഹാസത്വം മഞ്ഞിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആ തീക്കുണ്ടം പതുക്കെ അണയാൻ തുടങ്ങുന്നു. വിറകുകൾ ചാരമായി മാറിക്കഴിഞ്ഞു. പുറത്തെ മഞ്ഞുകാറ്റിൻ്റെ ശബ്ദം മാത്രം മുറിയിൽ അവശേഷിക്കുന്നു. ഈ ഇതിഹാസം നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ തണുപ്പായി ബാക്കിയുണ്ടാകാം. ആ തണുപ്പിനെ ചേർത്തു പിടിക്കുക. മരവിച്ച ആ കാട്ടിലെ നിശബ്ദതയിലേക്ക് നമുക്കും പതുക്കെ വഴുതിപ്പോകാം. നിങ്ങളുടെ ചുറ്റും ഇപ്പോൾ മഞ്ഞു വീഴുന്നതുപോലെ സങ്കൽപ്പിക്കുക. മരങ്ങൾ നിശബ്ദമായി നിൽക്കുന്നു. ലോകം മുഴുവൻ ഒരു വലിയ വെളുത്ത ശൂന്യതയിൽ ലയിക്കുന്നു. ആ ശൂന്യതയിൽ നിന്ന് ആരോ പതുക്കെ വിളിക്കുന്നു. പക്ഷേ നിങ്ങൾ ഉത്തരം നൽകില്ല. നിങ്ങൾ തിരിഞ്ഞു നോക്കില്ല. നിങ്ങൾ ശാന്തമായി കണ്ണുകൾ അടയ്ക്കും. ആ മരവിച്ച നിശബ്ദതയിൽ ഈ കഥ എന്നേക്കുമായി ഉറങ്ങാൻ പോകുകയാണ്. മഞ്ഞു പെയ്യട്ടെ, കാറ്റു വീശട്ടെ, ആ ഇതിഹാസം വടക്കേ അറ്റത്തെ ഇരുട്ടിൽ സുരക്ഷിതമായിരിക്കട്ടെ. ഈ ഇതിഹാസം ഇവിടെ പൂർണ്ണമാകുന്നു. വെൻഡിഗോയുടെ ഈ യാത്ര നിങ്ങളെ ആ മഞ്ഞുമൂടിയ വനത്തിൻ്റെ ആഴങ്ങളിൽ എത്തിച്ചുവെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലെയുള്ള മറ്റൊരു ഭീതിരതമായ ലോകാതീത കഥയുമായി വീണ്ടും കാണാം. ശുഭനിദ്ര.